നമ്മൾ ഇന്നലെ ചിന്തിച്ചു വന്ന വിഷയം ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചു വന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടെ വേഗത്തിലൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3-ാം അധ്യായത്തിലെ അതിൻ്റെ നിഴലായി, അഥവാ നെബൂഖദ്നേസർ രാജാവ് ഇങ്ങനെ തീച്ചൂള ഒരുക്കി എബ്രായ ബാലന്മാരെ തീച്ചൂളയിൽ ഇട്ടത് വരാൻ പോകുന്ന അന്തിക്രിസ്തുവിന്റെ കാലത്ത് നടക്കാൻ പോകുന്ന, അതായത് യഹൂദന്റെ നേരെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു. അപ്പോൾ അന്തിക്രിസ്തുവിന്റെ കാലത്ത് താൻ എന്താ ചെയ്യാൻ പോകുന്നത്? കർത്താവും പറഞ്ഞു, വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത വരുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. വിശുദ്ധ സ്ഥലത്ത്, അല്ലെങ്കിൽ യഹൂദൻ ഇനിയും ദേവാലയം പണിയും. ആ പണിയുന്ന ദേവാലയത്തിൽ അന്തിക്രിസ്തു തന്റെ പ്രതിമ സ്ഥാപിക്കും. എന്നിട്ട് ഭൂലോകത്തുള്ള സകല ആളുകളും അതിനെ വണങ്ങാനായി, നമസ്കരിക്കാനായി ആവശ്യപ്പെടും. അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാരല്ലാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുദ്രയേറ്റവരല്ലാതെ സകല ആളുകളും അതിനെ നമസ്കരിക്കും. ആദ്യം ഒരു സന്ധി ഉണ്ടാക്കുന്നത് വളരെ ഉപായബുദ്ധിയിൽ, നയബുദ്ധിയിൽ എന്നാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. വളരെ ഒരു സോഫ്റ്റായിട്ടാണ് ഇതിന്റെ ഭരണം തുടങ്ങുന്നത്. എന്നാൽ 3.5 വർഷക്കാലം കഴിയുമ്പോൾ, അവസാനത്തെ ഒരാഴ്ചവട്ടത്തിനകത്ത്, 7 വർഷത്തിനകത്ത്, ആദ്യത്തെ 3.5 വർഷക്കാലത്തെ സമയത്ത് വളരെ ശാന്തമായ ഒരു ഭരണമായിരിക്കും താൻ കാഴ്ചവെക്കുന്നത്. എന്നാൽ 3.5 വർഷം കഴിയുമ്പോഴാണ് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ബിംബം സ്ഥാപിക്കുന്നത്. അവന്റെ തന്നെ ബിംബമായിരിക്കാം. അത് സ്ഥാപിച്ചതിന് ശേഷം അതിനെ നമസ്കരിക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിന് വിസമ്മതിക്കും. പ്രത്യേകിച്ച് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവനാണ്. അവൻ പിണങ്ങും. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, അധർമ്മമൂർത്തിയുടെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് താൻ ദൈവം എന്നോ പൂജാ വിഷയമെന്നോ, എടുത്തോ വാക്യം, സ്തോത്രം, 2 തെസ്സലോനി 2-ന്റെ 5-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. ദൈവം എന്നോ പൂജാ വിഷയമെന്നോ, അതിന്റെ താഴോട്ട് ഭാഗം. അങ്ങനെ കർത്താവായി യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഉടക്കി. അതിന്റെ മുമ്പുള്ള ഭാഗം വായിച്ചു. ദൈവം എന്നോ, അതിന്റെ മുമ്പുള്ള ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രമാണ്. അതിന് മുമ്പുള്ള ഭാഗമാണ്. നാലാം വാക്യം. അവൻ ദേവാലയത്തിൽ ഇരുന്നും കൊണ്ട് ദൈവം എന്ന് നടിച്ചു. ദൈവം എന്നോ പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് ആശ്ചര്യമായി. ഇത് ഇപ്പോൾ സഭയിൽ അവന്റെ ആത്മാവുള്ളവരെ കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്നാൽ ആശ്ചര്യമായി അന്ന് അന്തിക്രിസ്തു തന്റെ പ്രതിമയോടെ സ്ഥാപിക്കുകയും ആ പ്രതിമയെ നമസ്കരിക്കാനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ബിംബത്തെ നമസ്കരിക്കാത്ത ആളുകളെ വളരെ കഠിനമായ ശിക്ഷ നടപ്പാക്കും. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശിക്ഷകൾ അന്നത്തെ കാലത്ത് നടപ്പാക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതാണ് യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. നമ്മള് ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നോവ് കെട്ടിയ ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സൂര്യനെ അണിഞ്ഞിരുന്ന ആ സ്ത്രീയെ നോവ് കെട്ടി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീ യഹൂദനാണ് എന്ന് നമ്മൾ ഓർക്കണം.
യഹൂദ രാഷ്ട്രത്തെയാണ് നോവ് കിട്ടിയ സ്ത്രീയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് ഭരിക്കുന്ന ആൺകുട്ടിയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു അല്ല, പിന്നെയോ അത് അവിടെ പീഡനം സഹിച്ച് അല്ലെങ്കിൽ പീഡനത്തിന്റെ സമയത്ത് തല ഛേദിക്കപ്പെടുന്നവരായ 144,000 ആളുകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നു. ആ ആളുകളുടെ കാര്യമാണ് നോവ് കിട്ടിയ സ്ത്രീ പ്രസവിച്ച ആ ആൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പീഡനത്തിന് നടുവിൽ ഹല്ലേലൂയ ഒടുങ്ങിപ്പോകാതെ, നമുക്കറിയാം സർപ്പം വായിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ആ ആൺകുട്ടിയെ വിഴുങ്ങിക്കളയാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അത് ദൈവത്തിന്റെ അടുക്കലോട്ട് എടുക്കപ്പെട്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങള് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ 5-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്താണ്. അത് നമ്മൾ ദൈവം അനുവദിച്ചാൽ മറ്റൊരു സമയത്ത് ചിന്തിക്കാം. അത് ഇച്ചിരി ആഴമുള്ള ഒരു വിഷയമാണല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ഇച്ചിരി സമയത്തേക്ക് വെളിയിൽ ഹല്ലേലൂയ. ഈ വിധത്തിൽ ഈ ജനം പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ യഹൂദൻ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകനായ യിരെമ്യാവ് അതിനെക്കുറിച്ച് പറഞ്ഞ് ഇത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ആ കഷ്ടകാലത്തിന്റെ നടുവിൽ കൂടെ അല്ലെങ്കിൽ ആ തീച്ചൂളയുടെ നടുവിൽ കൂടെ ഈ യഹൂദന്മാർ കടന്നു പോകേണ്ടതായിട്ട് വരും. എങ്കിലും ഒരു ശേഷിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം 12,000 അങ്ങനെ ഓരോ 12 ഗോത്രങ്ങളിൽ നിന്ന് വരുമ്പോൾ 144,000 ആളുകൾ അങ്ങനെ രക്ഷിക്കപ്പെടാനിടയായി തീരും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അത് നമ്മുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, അവസാനത്തോളം സഹിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ അവരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവർ തല കൊടുക്കേണ്ടതായിട്ട് വരും, രക്തസാക്ഷികളായിട്ട് തീരേണ്ടതായിട്ട് വരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളതിന്റെ നിഴലായിട്ടാണ് ദൈവം ഈ ദാനിയേൽ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ ഈ തീച്ചൂളയുടെ കാര്യം ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരുന്ന മേഖലയാണ്, ഈ 3 ബാലന്മാരെ മാത്രമേ തീക്കകത്ത് പിടിച്ചിട്ടുള്ളല്ലോ. ആ സമയത്ത് എന്തുകൊണ്ട് ദാനിയേൽ രക്ഷപ്പെട്ടു? അല്ലേ? ദാനിയേൽ ഭക്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു. ദാനിയേൽ വേർപാട് ആചരിച്ച മനുഷ്യനായിരുന്നു. ദാനിയേലും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എങ്കിലും എന്തുകൊണ്ട് ദാനിയേൽ രക്ഷപ്പെട്ടു? അപ്പോൾ ചരിത്രം കൂടെ നമ്മൾ വേദപുസ്തകത്തിൽ നമുക്ക് എഴുതി തന്നിട്ടില്ലെങ്കിലും ചരിത്രം കൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ദാനിയേല് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം 127 സംസ്ഥാനങ്ങളുടെ അധിപനായിട്ടിരിക്കുമ്പോൾ 3 പേരെ അതിന്റെ ഗവർണർമാരുടെ മുകളിലാക്കിയിരുന്നു. അതിനകത്തിലും മുകളിലാണ് ദാനിയേലിന്റെ സ്ഥാനം. ആ സമയത്ത് ദൈവത്തിന്റെ വലിയ കാര്യപരിപാടിയിൽ അദ്ദേഹം ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് ഈ ദാനിയേൽ ആ രാജ്യം വിട്ട് പുറത്തു പോയിരിക്കുന്ന സമയത്തായിരുന്നു രാജാവ് ഈ കൽപ്പന പുറപ്പെടുവിച്ചത്. ആ രാജ്യത്ത് അന്നേരം ഇല്ലായിരുന്നു. ഇതെന്താണ് നമുക്കൊരാലോചന തരുന്നത്? യഹൂദന്മാർ ഇവിടെ പീഡ അനുഭവിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ അതിൽ കൂടെ കടക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതിന്റെ നിഴലാക്കി ദൈവം വെച്ചിരിക്കുക. ആരാ രക്ഷപ്പെടുന്നവര്? ദൈവസഭ ഇവിടെ നിന്ന് രക്ഷപ്പെടും. അവരാ കഠിനമായ പീഡയിൽ കൂടെ കടന്നു പോകുകയില്ല. നിങ്ങൾക്കൊരു സ്തോത്രം വന്നില്ലല്ലോ. ഹല്ലേലൂയ. ദൈവമക്കൾ അതിൽ നിന്ന് രക്ഷപ്പെടും. കർത്താവ് താൻ ഗംഭീര നാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലാവരും അവനോടുകൂടെ ആയിരിക്കും. സഭയുടെ അങ്ങ് മാറ്റപ്പെടും. ശേഷിക്കുന്ന ആളുകളാണ് ഈ പീഡനത്തിൽ കൂടെ കടന്നു പോകേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് ഈ 3-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയാലോചന അതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കഠിനമായ പരിശോധനയിൽ കൂടെ ചില ആളുകൾ അതിന് തീക്കകത്തൂടെ പോയിട്ട് തീജ്വാലയുടെ നിങ്ങൾക്കറിയാം ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അവരെ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോ രാജാവ് തന്നെയാണ് പുറത്തോട്ട് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജാവ് തന്നെ പുറത്തോട്ട് വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ എല്ലാവരുടെയും ശരീരത്തിൽ ചെന്ന ആളുകൾ ചെന്ന് മണപ്പിച്ചു നോക്കുകയാണ്. തീയുടെ മണം പോലും ഏറ്റിട്ടില്ല. അവിടെ പ്രത്യേകിച്ച് എടുത്തെഴുതിയിരിക്കുന്നത് നമ്മൾ തീക്കകത്ത് വീണാൽ ആദ്യം കരിയുന്നത് നമ്മുടെ മുടിയാണ്. അവിടെ എഴുതിയിരിക്കുന്നു അവരുടെ മുടി പോലും കരിഞ്ഞില്ല, മുടിക്ക് പോലും ഒരു തീയുടെ മണവേറ്റില്ല. എത്ര സുരക്ഷിതരായിട്ടാണ് ദൈവം അവരെ സംരക്ഷിച്ചത്. ദൈവമക്കളാന്ന് നമ്മളും എന്തെങ്കിലും ഒരു ചെറിയ പരിശോധന വരുമ്പോഴേ നമ്മൾ ഈ കിടന്നോണ്ട് വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ല. നിന്റെ തലയിലെ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. അത് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെന്തിലാണ് നമ്മൾ ചഞ്ചലപ്പെടേണ്ട കാര്യം? എന്താണ്? 7 മടങ്ങായി തീച്ചുള വർദ്ധിപ്പിക്കുമ്പോഴും ദൈവം ഇതിലെ നിന്റെ തലയിലെ ഒരു രോമം പൊഴിഞ്ഞാൽ അതുപോലും അറിയില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞെന്ന് മാത്രമല്ല, കർത്താവ് നമുക്ക് വാഗ്ദത്തമായി തന്നിരിക്കുകയാണ്. കാശിന് 2 കുരികലിനെ വിൽക്കുന്നു, 2 കാശിന് 5 കുരികലിനെ വിൽക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഈ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞു. കാശിന് 2 കുരികില്, 2 കാശിന് 5 കുരികില് കിട്ടുമെങ്കിൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. കർത്താവ് പറഞ്ഞു ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ കുരികിലിനെ പോലും ഇത്ര വിലയില്ലാത്ത ഫ്രീ ആണ്. അത് വിലയില്ലാത്തതാണെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ ഓർക്കുക, കർത്താവ് പറയുന്നു നിങ്ങൾ അതിനേക്കാൾ വിശേഷതയേറിയവരാണ്, നിങ്ങളുടെ തലയിലെ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. മത്തായി 12-ാം അധ്യായത്തിലാണ്. ഇനി നമ്മൾ 3-ാം അധ്യായത്തിൽ നിന്ന് അനേക വിഷയങ്ങൾ വീണ്ടും ഉണ്ട്. ഞാൻ ഈ ക്യാപ്സൂള് പരുവത്തിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് വേഗത്തിൽ അങ്ങ് ഓടിച്ചു പറയുകയാണ്. ഇങ്ങനെ പോയാൽ തന്നെ തീരുവെന്നറിയത്തില്ല. എന്തായിരുന്നാലും നമുക്ക് പോകുന്നിടത്തോളം പോട്ടെ. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, അത് 2-ാം അധ്യായത്തിലെ പോലെ തന്നെ നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു സ്വപ്നമാണ്. നെബൂഖദ്നേസർ രാജാവ് കാണുന്ന സ്വപ്നം ഏറ്റവും വലിയ വിശേഷത BC 576 അദ്ദേഹം തന്നെ ഇതൊരു ബാബിലോണിയൻ ഡോക്യുമെന്റായി എഴുതിയ കാര്യമാണ്. 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച് 1 മുതൽ 3 വരെ ഒന്ന് വായിക്കണം. നെബൂഖദ്നേസർ രാജാവ് സർവഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. അത്യുന്നതനായ ദൈവം എന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അവന്റെ രാജ്യത്വം എന്നേക്കുള്ള രാജ്യത്വവും അവന്റെ ആധിപത്യം തലമുറ തലമുറയുള്ളതുമാകുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഈ സ്വപ്നത്തിൽ താൻ അനുഭവിച്ച അനുഭവങ്ങളുടെ എല്ലാം ശേഷം നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവിനെ കാളയെ പോലെ പുല്ല് തീറ്റുന്ന അനുഭവത്തിലേക്ക് ദൈവം നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബുദ്ധി മടങ്ങി വന്നു. അദ്ദേഹം ഒരു നോർമലായ വ്യക്തിയായി മാറിയതിനു ശേഷം അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അത് നമ്മൾ ചിന്തിക്കും. മാനസാന്തരപ്പെട്ടതിന് ശേഷം ചരിത്രം പറയുന്നു അദ്ദേഹം 1 വർഷം കൂടെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന്റെ ബുദ്ധി മടങ്ങി വന്നപ്പോൾ, ദൈവത്തെ അദ്ദേഹം രുചിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ലോകത്തുള്ള സകല ആളുകൾക്ക് എഴുതിയ എഴുത്താണ് ഇത്. അല്ലാതെ ദാനിയേലിന്റെ ഒരു എഴുത്തല്ല. ദാനിയേല് രാജാവ് എഴുതിയ ഈ ഡോക്യുമെന്റ് ഒന്ന് പകർത്തി എഴുതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണ് രാജാവ് ഇത് എഴുതിയത്? 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. 1, അതിന്റെ 17-ാം വാക്യത്തിൽ അദ്ദേഹം തന്നെ പറയുകയാണ്. 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും. അപ്പോൾ ഒന്നാമതായി എന്താണ് ഉദ്ദേശം? The purpose of this letter is എന്തുവാ? വായിച്ച വാക്ക് അത്യുന്നതനായവൻ
മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴും. വാഴുന്നു. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു. മനുഷ്യരല്ല വാഴുന്നത്, അത്യുന്നതനാണ് വാഴുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെയൊക്കെ കമ്പനികളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെ മാനേജർമാര് കാണും. നിങ്ങൾ കാണുമ്പോൾ അവരെയൊക്കെ മനുഷ്യരായിട്ട് കാണുമ്പോൾ അതിന്റെ പിന്നിലൊരു അധികാരം ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? സ്തോത്രം. ചിലരെ കാണുമ്പോൾ മുട്ടിടിക്കുന്നതിന്റെ കാരണം ഇതിന്റെ മേളിൽ ഒരാളുണ്ടെന്നുള്ള വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സഭാപ്രസംഗി 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ വേഗത്തിൽ? സഭാപ്രസംഗി 5:8. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. ഞാനങ്ങ് പറയാം. ഉന്നതന്മാർക്ക് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉന്നതന്മാർക്ക് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഇത് ഈ ലെറ്റർ എഴുതിയതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം, ആമേൻ, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു എന്നറിയാനാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 14-ാം വാക്യം. ആ ഹല്ലേലൂയ. ആ ഭാഗം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. അവിടെ ഒരു വാക്കുണ്ട്, ജീവനോടിരിക്കുന്നവർ ഇതറിയാനാണ് ഈ കാര്യം. ലോകത്തിൽ തനിക്ക് സംഭവിച്ച ഒരു വലിയ അബദ്ധം അല്ലെങ്കിൽ വലിയൊരു ന്യായവിധി ജീവനോടിരിക്കുന്നവരെല്ലാവരും പിന്നെ അറിയണം. ദൈവം ഒരാളിനെ ന്യായം വിധിക്കുമ്പോൾ ദൈവം ആമേൻ എന്തിനാ ന്യായം വിധിക്കുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ സോദോം ഗോമോറ പട്ടണങ്ങളെ എന്തിനാണ് ന്യായം വിധിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. ഓർമ്മയുണ്ടോ വാക്യം? മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു. സ്തോത്രം. അന്യജഡം മോഹിച്ച് നടന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചു. അവിടെ പറയുന്നത് സോദോം ഗോമോറ പട്ടണങ്ങളെ ഉന്മൂലനാശം ചെയ്ത് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാക്കി വെക്കുകയാണ്, അവർക്കൊരു മാതൃകയാക്കി വെക്കുകയാണ്. അപ്പോൾ ജീവനോടിരിക്കുന്നവരെല്ലാവരും ഈ രാജാവിന് വന്ന കാര്യം അറിയണമെന്ന് താൻ ആഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടായാൽ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. മൂന്നാമതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് 26-ാം വാക്യത്തിൽ വായിക്കുന്നത്, 26-ാം വാക്യം 4:26. വൃക്ഷത്തിന്റെ താഴ്വ് വെച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു. ആരാ ഇത് പറയുന്നത്? നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, വാഴുന്നത് ഞാനല്ല, ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രവർത്തിയായി പറയുന്നതെന്ന് ഓർത്തുകൊള്ളണം. അല്ലാതെ ഒരു കൊച്ചു രാജ്യത്തിന്റെ രാജാവല്ല. വാഴുന്നത് നെബൂഖദ്നേസർ അല്ല, വാഴുന്നത് പേർഷ്യൻ ചക്രവർത്തിമാരല്ല, വാഴുന്നത് ബാബിലോണിയൻ ചക്രവർത്തിമാരല്ല, വാഴുന്നത് റോമൻ എംപറർമാരല്ല. ആമേൻ. വാഴുന്നത് ഇവിടുത്തെ ചക്രവർത്തിമാരാരുമല്ല, പിന്നെയോ വാഴുന്നത് സ്വർഗമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. വാഴുന്നത് സ്വർഗമാകുന്നു. ഗോഡ് റെയിൻസ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവമാണ് വാഴുന്നത്, സ്വർഗമാണ് വാഴുന്നത്, രാജാതി രാജാവാണ് വാഴുന്നത്. നമ്മളൊക്കെ ഇവിടെ ഒരു കൊച്ചു രാജ്യത്തിൽ ജീവിക്കുന്നെങ്കിലും, ആമേൻ, ഇവിടെ രാജാവുണ്ടെങ്കിലും മന്ത്രിമാരുണ്ടെങ്കിലും ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിലും ഇതിന്റെ എല്ലാം മീതെ വാഴുന്നത് സ്വർഗമാണ്. ആ വലിയ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഭരിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, ഈ കാര്യം ഇവൻ ഇതെല്ലാം എഴുതുമ്പോൾ ഇവന്റെ ബുദ്ധി മടങ്ങി വന്നതിന് ശേഷമായിരുന്നു. എന്നാൽ ഇവനോട് ദൈവം ഇടപെട്ട കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 2-ാം അധ്യായത്തിൽ ദൈവം അവനൊരു ദർശനം കൊടുത്തു, അല്ലേ? വലിയൊരു ബിംബത്തിന്റെ ദർശനം.
ആ ബിംബം തകർന്നു പോകുന്നുള്ള കാര്യമാണ് അവസാനം പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും ഇവൻ പാഠം പഠിച്ചില്ല. ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ നല്ല അവസരം അവന് ഉണ്ടായിരുന്നു, ദൈവം കൊടുത്തതാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ തീച്ചൂളയ്ക്കകത്ത് ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുന്നത് അവൻ കണ്ടതാണ്. നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ വായിച്ചു. എന്നിട്ടും അവൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ ദർശനം കണ്ടിട്ടും ഈ വെളിപ്പാടെല്ലാം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ദാനിയേലിനെ കണ്ടിട്ടും അവൻ ചോദിക്കുന്നത്, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരെന്ന് ചോദിച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, ആമേൻ, ആ 3 പേരെ ഇട്ടിട്ട് 4-മതായി ഒരുവൻ തീക്കകത്ത് ഇറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അവന്റെ രൂപം ദൈവത്തിനോട് ഒത്തിരിക്കുന്നു. അങ്ങനെയും കണ്ടതാ, കണ്ണുകൊണ്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. സ്തോത്രം. അങ്ങനെ കണ്ടാലും ചില ആളുകളുടെ ഹൃദയത്തിൽ രൂപാന്തരം വരികയില്ല. അവരുടെ ജീവിതം പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എനിക്ക് അനേക അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ തിരുവനന്തപുരത്ത് ഒരിക്കൽ, ആമേൻ, ഒരു പ്രത്യേക വിഷയത്തിനായിട്ട് പ്രാർത്ഥിച്ച്, ആമേൻ, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കാനായിട്ട് വളരെ തടസ്സമായിരുന്നു. അവൾക്ക്, ആമേൻ, ശാരീരികമായിട്ട്, ആമേൻ, ക്ലേശമുണ്ടായി. ഹല്ലേലൂയ. പൊതുവിൽ പറയാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ അവൾ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളുടെ വിവാഹം അടുത്തു വരുന്നു. എന്നാൽ ഈ പ്രത്യേക വിഷയത്തിൽ ഡോക്ടർമാരെ കണ്ടിട്ടൊന്നും ഒരു ശമനവുമില്ല. അപ്പോൾ അവളുടെ മാതാവും പിതാവും എല്ലാം അവരൊക്കെ ഭയങ്കര, ആമേൻ, ഈ പാരമ്പര്യ ഭക്തി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ പെൺകുട്ടി അടുത്ത 15-ാം തീയതി വിവാഹം നടക്കേണ്ടതാണെങ്കിൽ 3-ാം തീയതി 4-ാം തീയതി ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇച്ചിരി സമയം ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന്റെ ദേഹത്തുള്ള ഭൂതം ഇളകാൻ തുടങ്ങി. ഈ കൊച്ചിരുന്നോണ്ട് ഇങ്ങനെ വട്ടത്തിൽ ആടാൻ തുടങ്ങി. ആമേൻ, ആത്മാവ് പ്രേരിപ്പിച്ച ഒരു സമയമായപ്പോൾ ഞാൻ ഇവളുടെ ശരീരത്തിൽ നിന്ന്, തലയിൽ കൈവച്ച് ഭൂതത്തെ ശാസിച്ചു. 4 ഭൂതങ്ങൾ ഇറങ്ങി. അവസാനത്തെ ഭൂതം, നിങ്ങൾ ക്ഷമിക്കണമേ, പരിമല തിരുമേനിയുടെ പാട്ട് പാടിക്കൊണ്ട് ഇറങ്ങിയത്. സ്തോത്രം. ഇതെല്ലാം ഇതുപോലെ ഈ ഒരു സെറ്റിയേൽ ഈ അപ്പനും അമ്മയും കൂടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചിന്റെ ദേഹത്തു നിന്ന് ഭൂതം ഇറങ്ങുന്നതും അവളുടെ ശരീരത്തിൽ നിന്ന്, ആമേൻ, സ്വർഗത്തിൽ ദൈവം അത്യത്ഭുതകരമായിട്ട് ആ സെക്കൻഡിൽ ഈ ഭൂതം ഇറങ്ങുകയും അവളുടെ ശരീരത്തിൽ അന്ന് അവൾ ക്ലേശിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്തു. അവളുടെ മാതാവിനോട് അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു, ആമേൻ, എനിക്ക് സുഖമായി, എനിക്ക് സൗഖ്യമായി. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ബാത്റൂമിലോട്ട് ഓടുന്ന പെൺകുട്ടിയായിരുന്നു. അത്ഭുതകരമായി വിടുതൽ കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മാതാവും പിതാവും, ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച അവർ സ്നാനപ്പെടുന്നു. സ്തോത്രം. അവർക്ക് ഒരു രൂപാന്തരം ഉണ്ടായി. സ്തോത്രം. ഒരു രൂപാന്തരം ഉണ്ടായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആമേൻ, പോയത് അതിന്റെ 7 ഇരട്ടി മടക്കി ശക്തിയോട് ആ കുടുംബത്തിൽ മടങ്ങി വന്നു. ആ കല്യാണമൊക്കെ നടന്നു. 3-4 വർഷം കഴിഞ്ഞു. ആമേൻ, കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളോട് വിളിച്ചു ആമേൻ, ഒരു മെസ്സേജ് വന്നു. ആ കൊച്ചി ലോകത്തോട് യാത്ര പറഞ്ഞു. ദൈവം, ആമേൻ, ചില സന്ദർശനങ്ങൾ അയക്കുമ്പോൾ അത് കണ്ടാലും വിശ്വസിക്കാത്ത ആളുകൾ, അടയാളം എന്തിനാ ദൈവം ചെയ്യുന്നത്? നമ്മൾ വിശ്വസിക്കാനാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ചിലത് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ചിലർക്കൊരു രൂപാന്തരം വരുത്തില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഈ ആമേൻ തിരുവചനത്തിൽ ഇവന് വളരെ, ആമേൻ, ദൈവം അവനോട് ഓരോ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവന്റെ ഹൃദയം ഇങ്ങനെ കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. 3-4 കാര്യങ്ങൾ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം തിരുവചനം പറയുന്നുണ്ട്. സ്വദേശവാക്കൾ 29:1 വായിച്ച്. 29:1. ആമേൻ. സ്വദേശവാക്കൾ 29:1 വാക്യം. കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ദൈവം കൂടെ ശാസിക്കുകയാണ്. ആ ശാസന കേട്ടിട്ട് ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും.
ഹല്ലേലൂയ. ഇതിനോടനുബന്ധിച്ചൊക്കെ അനേക അനുഭവങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. എന്നാൽ ഞാൻ വേഗത്തിൽ ആമേൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വേഗത്തിൽ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദൈവവചനം വീണ്ടും നമ്മളോട് പറയുന്നു. എബ്രായ ലേഖനം 2:2. സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അല്ലേ? ഇത്ര വലിയൊരു രക്ഷ, ദൈവ സൗജന്യമായി തന്നിരിക്കുന്ന ഈ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ലണ്ടൻ പാർക്കിന്റെ മുൻവശത്ത് ഒരു ഉപദേശി നിന്നുകൊണ്ട് എല്ലാ ദിവസവും പ്രസംഗിക്കുമായിരുന്നു. ആമേൻ. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ആമേൻ. നരകത്തിലേക്ക് പോകരുത്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി യേശുവാണ്. ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കുതിരപ്പുറത്ത് മുമ്പോട്ട് വന്ന് ആ പ്രസംഗിക്കുന്ന ദൈവദാസന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു, നരകത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണ്? ആ ദൈവദാസനെ കളിയാക്കി ചോദിച്ചതാണ്, നരകത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണ്? അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, നീ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്ന വഴി നരകത്തിലോട്ട് പോകുന്ന വഴിയാണ്. മുമ്പോട്ട് പോയപ്പോൾ ആ ചെറുപ്പക്കാരൻ വളരെ അദ്ദേഹത്തെ കളിയാക്കിയാണ്. മുമ്പോട്ട് പോയപ്പോഴും കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ ആ കുതിര ഇടഞ്ഞു. ആമേൻ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ കുതിര വല്ലാതെ ചാടിയത് കൊണ്ട് ആ കുതിരപ്പുറത്ത് നിന്ന് തലയിടിച്ച് താഴോട്ട് വീണു. ആ ചെറുപ്പക്കാരൻ അവിടെ മരണത്തോട് മല്ലടിച്ച് അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഈ ദൈവദാസൻ ആളുകൾ കൂടുന്നത് കണ്ടോണ്ട് ഓടി അവിടോട്ട് ചെന്നപ്പോൾ തന്റെ മുമ്പിൽ ചില മിനിറ്റുകൾക്ക് മുമ്പേ വന്ന് ചോദിച്ച നരകത്തിലോട്ട് പോകാനുള്ള വഴി ചോദിച്ച മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ച് പറഞ്ഞു, ദൈവമേ, ഇവന്റെ നരകം ഇത്ര അടുത്തായിരുന്നെന്ന് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയഴിയും? ദൈവം വാണിംഗ് കൊടുത്തോണ്ടിരിക്കും. ഹല്ലേലൂയ. ആളുകൾക്ക് ഇങ്ങനെ വാണിംഗ് കൊടുത്തോണ്ടിരിക്കും. മൂന്നാമതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു സദൃശവാക്യങ്ങൾ. പ്രോവേർബ്സ് ചാപ്റ്റർ 5:21. 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കാം. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മനുഷ്യന്റെ വഴിയൊക്കെയും യഹോവയുടെ കയ്യിലിരിക്കുന്നു. ദൈവം അതിങ്ങനെ തൂക്കി നോക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും വഴികൾ, അവന്റെ പ്രവർത്തികൾ അങ്ങനെ ദൈവം തൂക്കി നോക്കുകയാണ്. ആമേൻ. സദൃശവാക്യങ്ങൾ 13:15 കൂടെ വായിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. ദ്രോഹിയുടെ വഴിയോ ദുർഘടമാകുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓരോ മനുഷ്യനും ജീവിക്കുമ്പോൾ അവന്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നെന്ന് തമ്പുരാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ്രോഹിയുടെ വഴി ദുർഘടമാണെന്ന് തിരുവചനം പറയുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം ഇങ്ങനെ വാണിംഗ് കൊടുത്തോണ്ടേയിരിക്കും. മടങ്ങി വരാനുള്ള വഴികൾ ദൈവം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ മുമ്പ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പാലസ്തീനിൽ, ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഈ ഇപ്പോൾ പാർക്കുന്ന ഈ രാജ്യക്കാരോ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളോ അല്ലെങ്കിൽ യഹൂദന്മാരോ അവര് ഈ ഷെപ്പേർഡ് ഡോഗ്സിനെ ഉപയോഗിക്കത്തില്ല. ആട്ടിടയന്മാര് കൊണ്ട് നടക്കുന്ന പട്ടികളെ അവരുപയോഗിക്കത്തില്ല. അവർക്ക് അശുദ്ധമായിട്ടാണ് തിരുവചനം പറയുന്നത്. ദൈവം അവർക്ക് പട്ടികൾ അശുദ്ധരാണ്, അശുദ്ധ ജീവികളാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആമേൻ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹറാമാണ്. എന്നാൽ എന്തിനാണ് ഷെപ്പേർഡ് ഡോഗ്സിനെ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരിക്കും. ആട്ടിടയന്മാർ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ ആടുകൾ വഴിതെറ്റി പോകുമ്പോൾ ഇടയൻ അതിന്റെ പുറകെ ഓടേണ്ട കാര്യമില്ല. നല്ല ട്രെയിൻ ചെയ്ത പട്ടികളെ എല്ലാ രാജ്യങ്ങളിലും കിട്ടും.
ആ പട്ടികൾ ഓടിപ്പോയി തെറ്റിപ്പോകുന്ന ആടുകളെ കൂട്ടത്തിനകത്തോട്ട് പിടിച്ചോണ്ട് വരാനായിട്ട് ഈ പട്ടികളെയാണ് അയക്കുന്നത്. എന്നാൽ ഇവിടങ്ങളുള്ള ഇടയന്മാർ ഇതൊന്നും ചെയ്യത്തില്ല. അതിന് പകരം അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ ചെയ്യുന്ന കാര്യം, അവരുടെ കയ്യിൽ നല്ല കവിണയുണ്ട്. അതുകൊണ്ടാണ് ദാവീദിന്റെ കയ്യിലും കവിണയുണ്ടായിരുന്നത്. കവിണയിൽ കല്ല് വെച്ചിട്ട് തെറ്റിപ്പോകുന്ന ഈ ആടിന്റെ നല്ല മൂക്കിന്റെ തുമ്പത്ത് അല്ലെങ്കിൽ അവന്റെ മുഖത്ത് അല്ലെങ്കിൽ ചെന്നിക്ക് ഒക്കെ കൊള്ളത്തക്കവണ്ണം എറിയാൻ ആട്ടിടയന്മാർക്ക് നല്ല ഉന്നമുണ്ടായി. അവരിങ്ങനെ നല്ല ഉന്നത്തിരി ആടുകളെ എറിയുമ്പോൾ ആട് തല ഉയർത്തി നോക്കൂ, ഇത് എവിടുന്നാണ് ഏറ് വന്നതെന്ന്. അപ്പോൾ തല ഉയർത്തി നോക്കുമ്പോൾ ആരെ കാണും? എറിഞ്ഞ ഇടയനെ കാണും. കൂട്ടം തെറ്റിപ്പോകുന്ന ആടുകളെയൊക്കെ ഇങ്ങനെ എറിഞ്ഞാണ് ആടുകളെ അതിന്റെ കൂട്ടത്തിലേക്ക് തിരിച്ചു വരുത്തുന്നത്. ഏറ് കിട്ടുമ്പോഴേ ആടുകൾക്ക് മനസ്സിലാകും നല്ലതുപോലെ വേദന എടുക്കും. നല്ല വേദനയാകുമ്പോൾ കരഞ്ഞോണ്ട് തിരിച്ചു വരും. ദൈവമക്കൾ ഓർത്തുകൊള്ളണം, തമ്പുരാൻ ചിലതൊക്കെ തൊടുത്തു വിടുമ്പോൾ ഓർത്തോണം, നല്ലതുപോലെ വേദന എടുക്കുമ്പോൾ ഇതാരാണ് അയച്ചിരിക്കുന്നത്, ആരാണ് അയച്ചിരിക്കുന്നത്, ആ സംഭവം എന്തുകൊണ്ട് എന്റെ വീട്ടിൽ നടന്നു, ആ ജോലി എന്തുകൊണ്ട് അന്നേരം പോയി, ആ സാമ്പത്തിക പ്രശ്നം അന്നേരം എന്തുകൊണ്ട് വന്നു, ആ വഴി എന്തുകൊണ്ട് ദൈവം അടച്ചിരിക്കുന്നു, ആ രോഗം എന്തുകൊണ്ട് എന്റെ ഭവനത്തിൽ വന്നു, ആ കുഞ്ഞിന് എന്തുകൊണ്ട് അന്നേരം ആ ആക്സിഡന്റ് ഉണ്ടായി, അന്ന് അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആ സംഭവം ഉണ്ടായി? ദൈവം അയച്ചതാ. തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കിയാൽ നല്ല ആട്ടിടയൻ പറയുന്നു, നീ മടങ്ങി വരാനാണ്, നീ മാലയ്ക്കകത്തോട്ട് ആട്ടിൻകൂട്ടത്തിനകത്തോട്ട് മടങ്ങി വരാനാണ്, എന്റെ സംരക്ഷണയിൽ നിൽക്കാനാണ്, പച്ചയായ മേച്ചിലോട്ട് നിന്നെ കൊണ്ടുപോകാനാണ്, അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് നിന്നെ കൊണ്ടുപോകാനാണ്, നിന്നെ ഞാൻ നിന്റെ തലയെ അഭിഷേകം ചെയ്യാനാണ്, നീ പോയി മുള്ളിനിടയിൽ കാട്ടു ചെന്നായ്ക്കൾ കടിച്ചു കീറാനായി വനത്തിലോട്ട് പോകാനല്ല ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു വന്ന ദൂത്? അപ്പോൾ തമ്പുരാൻ ഇങ്ങനെ വാണിംഗ് കൊടുത്തോണ്ടേയിരിക്കും. ഇനി 4-ാം അധ്യായത്തിൽ തമ്പുരാന് ഈ ദർശനം കൊടുക്കുമ്പോൾ അവനെ കുറിച്ച് കൊടുത്ത ദർശനമായിരുന്നു. ഈ ദർശനം പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന്റെ 12-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12-ാമത്തെ വാക്യം. സമയമില്ലാത്തതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ വിശദീകരിക്കുന്നില്ല. 16-ാം വാക്യം വരെ കുറിച്ചുകൊള്ളണം. അതിന് 29-ാം വാക്യം കൂടെ വായിച്ച്. 29-ാം വാക്യം. 12 മാസം കഴിഞ്ഞിട്ട് അടുത്ത വാക്യം. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അടുത്ത വാക്യം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുന്നു എന്ന് അറിയുന്നത് വരെ. ഹല്ലേലൂയ. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് സ്വപ്നം കണ്ടതിനെ പിറ്റേന്നല്ല. ദൈവം വീണ്ടും അവസരം കൊടുത്തു. എത്ര നാൾ കഴിഞ്ഞെന്നാ നമ്മൾ വായിച്ചത്? 12 മാസം കഴിഞ്ഞ്, അഥവാ 1 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ ന്യായവിധി വന്നത്. ന്യായവിധിയെ കുറിച്ചുള്ള
സന്ദേശങ്ങൾ ലഭിച്ചാലും അതിന്റെ പിറ്റേന്നൊന്നും ന്യായവിധി നടക്കത്തില്ല. ദൈവം അതുകൊണ്ടാണ് യോനയോട് പറഞ്ഞത്, നിനവേക്കാരോട് ചെന്ന് നീ അവിടെ നടന്ന് പ്രസംഗിക്ക, 3 ദിവസം പ്രസംഗിക്ക. 3 ദിവസത്തെ വഴിദൂരം ചെന്ന് നീ പ്രസംഗിക്ക. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഒറ്റ അടിക്ക് തമ്പുരാൻ ആരെയും ന്യായം വിധിച്ചിട്ടില്ല. സോദോം ഗൊമോറ പട്ടണങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ദൈവം അവിടെ ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ചു, വാണിംഗ് കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ ഇതാ ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രകാരം ഈ 12 മാസം കഴിഞ്ഞിട്ടാണ് ന്യായവിധി വന്നത്. നമ്മൾ 12ാം വാക്യത്തിൽ വായിച്ചു, ഒരു ദൂതൻ ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് ബൈബിളില് ആ വാക്കൊന്ന് വായിച്ച്, ഒരു ദൂതൻ ഇറങ്ങി വന്നു. I saw in the visions of my head upon my bed, and behold, a watcher and വാച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൂതൻ എന്നാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നതെങ്കിലും വാച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാവൽക്കാരൻ ഇറങ്ങി വന്നു. അപ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ഓരോ രാജ്യങ്ങളുടെ പിന്നിൽ, ഓരോ വ്യക്തികളുടെ പിന്നിൽ ഓരോ വാച്ചേഴ്സ് ഉണ്ട്. ഞാനത് വിശദീകരിച്ച് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ രാജ്യങ്ങളുടെ പിന്നിൽ ഓരോ വാച്ചേഴ്സ് ഉണ്ട്, ദൂതന്മാരുണ്ട് നോക്കാനായിട്ട്. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ നെബൂഖദ്നേസർ രാജാവ് ഈ വൃത്തികേടെല്ലാം കാണിക്കുന്നത്, ഈ നിഗളമെല്ലാം അവന്റെ ഉള്ളിൽ വരുന്നത്. നമ്മളെയും ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ദൈവം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്, ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മള് ഇതിന്റെ മറ്റൊരു ഭാഗം ദൈവം അനുവദിച്ചാൽ നമ്മൾ 9ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാം. ഓരോ രാജ്യങ്ങൾക്കും ഓരോ പ്രഭുക്കന്മാരുണ്ട്, സാത്താൻ നിയോഗിച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട്. അതുകൊണ്ടാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യവന രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം ഇവിടെ ഭൂമി ഭരിക്കുന്നെങ്കിലും ആ ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാരുടെ പിന്നിൽ അവർക്ക് ശക്തി നൽകുവാൻ സാത്താന്റെ ദൂതന്മാർ അഥവാ സാത്താന്റെ പ്രഭുക്കന്മാർ അവരുടെ പിന്നിലുണ്ട്. ആ പ്രഭുക്കന്മാർ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ആ ദൂതന്മാർ പറയുന്നതിനനുസരിച്ചായിരിക്കും ഇവരിവിടെ ഭരണം നടത്തും. അതുകൊണ്ട് അത് വിലപ്പോകാതിരിക്കാൻ ആ ദൈവമക്കൾ അത്യുന്നതനായ ദൈവത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മനസ്സിലാകുന്നോ? ഇവിടെയും ഓരോ രാജ്യങ്ങളെ അവകാശം പറഞ്ഞു നിൽക്കുന്ന സാത്താന്യ ശക്തികൾ ഈ അന്തരീക്ഷത്തിലുണ്ട്, ആത്മമണ്ഡലത്തിലുണ്ട്. അവര് ആമേൻ കൊടുക്കുന്ന ആജ്ഞ അനുസരിച്ചാണ് ഇവിടെ താഴെ ഭരണം നടക്കുന്നത്. എന്നാൽ ദൈവമക്കൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഉന്നതന്മാർക്ക് മീതെ ഒരു ഉന്നതനുണ്ടെങ്കിലും അവർക്ക് മീതെ ഒരു അത്യുന്നതനായ ദൈവമുണ്ട്. അവരാലോചന കൊടുക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. സാത്താന്റെ പദ്ധതികളൊന്നും കുടുംബങ്ങൾ നടക്കത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കത്തില്ല, വ്യക്തികളിൽ നടക്കത്തില്ല. അത് ഇന്ന് രാവിലെ ദൈവമക്കൾ വിശ്വസിക്കണം. അപ്പോൾ ഓരോ ദൂതന്മാര് ഓരോരോ ആമേൻ ആമേൻ വ്യക്തികൾക്കായിട്ടുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 18ാം അധ്യായം ആമേൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. 18ാമത്തെ അധ്യായം, അവിടെ ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങളോട്, ചെറിയ കുഞ്ഞുങ്ങളെ ആമേൻ 18ന്റെ 10ാം വാക്യം ഒന്ന് നോക്കിക്കേ. 18ാം അധ്യായത്തിന്റെ 10ാം വാക്യം. ഈ ചെറിയൊരുത്തന് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ, കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മള് ആമേൻ അനുഗ്രഹിക്കണം, അവരെ കൈവച്ച് അനുഗ്രഹിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞു പഠിപ്പിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. വലിയവരെ അവന് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. പിശാച് ഇത് നേരെ അങ്ങ് തിരിച്ചു. അതും കൂടെ ദൈവമക്കൾ ഇതിനോടനുബന്ധിച്ച് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിശാച് തിരിച്ചെന്താ ചെയ്യുന്നത്? വലിയവരെ എല്ലാവരെയും കൈവച്ച് അനുഗ്രഹിച്ച് വിടും, കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ച് സ്തോത്രം സ്തോത്രം പിടികിട്ടിയോ? സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരെയും അടുക്കൽ വിളിച്ച് അവൻ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആരെയും തുച്ഛീകരിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളല്ലയോ എന്ന് വിചാരിച്ച് നിങ്ങൾ അവരെ തുച്ഛീകരിച്ച് കളയരുത്, ചെറുതാക്കി കളയരുത്. ഏറ്റവും ചെറിയ ഒരു കുഞ്ഞിന് പോലും ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അവരുടെ മുഖം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൂതന്മാരെല്ലായ്പ്പോഴും കണ്ടോണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഓരോ ചെറിയ ആളുകൾക്ക് പിന്നിലും രക്ഷിക്കപ്പെട്ട ദൈവോയിതല്ലേ ആമേൻ, ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ ഉണ്ട്. ഇബ്രാഹിം 1:14 നമ്മൾ വായിക്കുന്ന, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവർക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. കുറഞ്ഞ പക്ഷം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഏറ്റവും കുറഞ്ഞ പക്ഷം 2 ദൂതന്മാരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെല്ലായ്പ്പോഴും കർത്താവെ ഊരിപ്പിടിച്ച വാളുമായിട്ട് എന്റെ ചുറ്റും നിർത്തണേ 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 എന്ന് പറയേണ്ട കാര്യമില്ല. ഊരിപ്പിടിച്ച വാളുമായിട്ടല്ലേലും ദൂതന്മാര് എങ്ങനെ നിർത്തണമെന്നുള്ളത് തമ്പുരാന്റെ പദ്ധതിയിൽ നമുക്കനുസരിച്ച് നമ്മള് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥിക്കനുസരിച്ച് തമ്പുരാൻ നിർത്തിക്കൊള്ളും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ചിലപ്പോൾ ഇടയ്ക്കെങ്ങാനും നമ്മളൊന്ന് കണ്ടുപോയാൽ നമുക്ക് ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ഊരി പിടിച്ച വാളുമായിട്ട് നിർത്തണമെന്നൊന്നും പ്രാർത്ഥിക്കേണ്ട. തമ്പുരാനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു ഭാഗം കൂടെ ഇതിനോടനുബന്ധിച്ചൊന്ന് വായിക്കണം. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം കുറച്ചുകൂടെ ക്ലിയർ ആകും. സ്തോത്രം. എബ്രായ ലേഖനം എടുത്താട്ടെ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ 5-ാം വാക്യം വായിക്കാം. സ്തോത്രം. 5-ാം വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ആ വാക്ക് വായിക്കുമ്പോൾ ഒരല്പം കൂടെ ആഴത്തിൽ ദൈവമക്കൾ ചിന്തിച്ചാൽ ഒരു മർമ്മം നിങ്ങൾക്ക് പിടികിട്ടും. നാം പ്രസ്താവിക്കുന്ന പറഞ്ഞേ ഭാവി ലോകത്തെ, ഇപ്പോഴുള്ള ലോകമല്ല, ഭാവി ലോകം. അതേത് ലോകമാണ്? അത് ക്രിസ്തുവിന്റെ 1000-ാം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള നിത്യതയോട്, 1000-ാം ആണ്ട് വാഴ്ച മുതലുള്ള നിത്യത വരെയുള്ള ലോകത്തെയാണ് ഭാവി ലോകം എന്ന് പൗലോസ് പറയുന്നത്. ആ ലോകത്തെ അവിടെ പറഞ്ഞ എന്താണ്? ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തിയത്. അതിനകത്തൊരു മർമ്മം ഇരിക്കുന്നത്, അപ്പോൾ ഇപ്പോഴുള്ള ലോകം ദൂതന്മാർക്ക് പറഞ്ഞു മനസ്സിലായോ? ഭാവി ലോകത്ത് ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയെന്ന് പറയുമ്പോൾ ആമേൻ, ഇപ്പോഴുള്ള ലോകം ദൂതന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും 1000 വർഗം വെപ്പിച്ചു. വാഴ്ചകൾ, പ്രിൻസിപ്പാലിറ്റീസ്, 4 കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. എഫെസ് ലേഖനം 6:10 മുതൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന, ഈ ലോകത്തിന്റെ അധിപതി. 4 കാര്യങ്ങളോടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഈ ഭൂമി നമ്മൾ കാണുമ്പോൾ ഇതിന്റെ മീതെ ഒരു ദൂത ലോകമുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് എപ്പോഴേലും ഈ ദൂതന്മാരുടെ ലോകത്തെക്കുറിച്ചും ദൂത ഗണത്തെക്കുറിച്ചും ഒക്കെ നമ്മളൊന്ന്
പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴേലും നമുക്കതൊന്ന് പഠിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്ത് എല്ലാവരും, എല്ലാ രാജാക്കന്മാരും ഇങ്ങനെ ഭരിക്കുമ്പോൾ ഓരോരോ ദൂതന്മാരെ തമ്പുരാൻ അവരുടെ പിന്നിലാക്കിയിരിക്കുന്നു. എന്നാൽ ദൈവമക്കൾ ഇനിയും മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടെ ഇത് നമ്മളെപ്പോൾ ജോളിമാവ് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആമേൻ. അവിടെ ആ സ്വപ്നം താൻ പറയുമ്പോൾ ആ വലിയ വൃക്ഷം കണ്ടെന്നും അതിന്റെ ആമേൻ ഇല വലിയതായിരുന്നെന്നും എല്ലാം പറഞ്ഞു വരികയാണ്. ഇംഗ്ലീഷ് ബൈബിൾ ശ്രദ്ധിച്ചാൽ ആമേൻ ഇറ്റ് എന്നാണ് ഇതിന്റെ എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. അതിന്റെ ഇല, അതിന്റെ ഫലം, അതിന്റെ കീഴിൽ എന്നെല്ലാമാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ 16-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ പറയുന്നത് അവൻ എന്നാണ്. വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് നേരെ അങ്ങ് അവനെന്നായി. അവൻ എന്ന് പറഞ്ഞ ആരുടെ കാര്യമാണ്? രാജാവിന്റെ കാര്യമാണ്. ഇത് കേട്ടപ്പോൾ താൻ ഇങ്ങനെ പരവശനായി. ഈ പറഞ്ഞു വരുന്ന വൃക്ഷത്തെ വെട്ടുന്നതും വൃക്ഷത്തിന്റെ ഇല ആമേൻ പോകുന്നതും എല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്ന കാര്യവും വൃക്ഷം വെട്ടിയിടുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി വളരെ കൂളായിട്ട്. എന്നാൽ അവനെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി ഇത് തന്നെ കുറിച്ചാണ് പറയുന്നത്. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റെന്ന് പറഞ്ഞു വന്ന കാര്യം ആമേൻ അത് ആമേൻ അവനെന്നായി, ഹീന്നായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന ദർശനം നമ്മളെ സ്പർശിക്കുന്നതായി മാറുമ്പോഴാണ് നമുക്ക് ഭയമുളവാകും. അതുവരെ വളരെ കൂളായിട്ട് നടക്കും. ദൈവം ദർശനത്തിൽ കൂടെ, വെളിപ്പാടിൽ കൂടെ ആ കാര്യം ആലോചനയായി പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ ആമേൻ ഈ ഹല്ലേലൂയ രാജാവിന്, അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഒരു ദൂതൻ ഇറങ്ങി വന്ന് താഴോട്ട് വായിക്കുമ്പോൾ പറയുകയാണ്, ഇത് ദൂതന്മാരുടെ നിർണയവും എന്നൊരു വാക്യം അവിടെ ഉണ്ട്. ഇത്രാം വാക്യമാണെന്ന് നോക്കി. ഇത് ദൂതന്മാരുടെ നിർണയവും. താഴോട്ട് വായിക്കുമ്പോൾ 17 വായിച്ചോ. മനുഷ്യന്റെ രാജ്യത്തിനുമേൽ വാഴുകയും അതിൽ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത് ദൂതന്മാരുടെ വിധിയും നിർണയവും വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ആ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇത് ദൂതന്മാരുടെ വിധിയും നിർണയവും ഇത് വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഇതേത് ദൂതന്മാരുടെ വിധിയാ? ഇതേത് വിശുദ്ധന്മാരുടെ കൽപ്പനയാ? സ്തോത്രം. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ദൈവവചനത്തിലെ ഒരു മർമ്മം നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഇത് ദൂതന്മാരുടെ വിധിയാണെന്ന് ദൈവം പറയാൻ കാരണം, ഈ രാജാവ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വർഗത്തിലൊരു കോർട്ടുണ്ട്. സ്വർഗത്തിലെ കോർട്ടിൽ ഒരു തീരുമാനം നടന്നു. നമ്മൾ ഈ ഡിവിഷണൽ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ സ്കൂളിലെ ബെഞ്ച് മാത്രമേ കണ്ടിട്ടുള്ളല്ലോ. അല്ലെങ്കിൽ ഈ ഡിവിഷണൽ ബെഞ്ച് എന്ന് പറയുമ്പോൾ പല ജഡ്ജിമാർ ഒന്നിച്ചിരുന്ന് വിധി പറയുന്നതിനെയാണ്. അവരാലോചിച്ച് തീരുമാനിച്ച് അതിനകത്ത് ഒരാള് അതിനകത്തെ വിധി പറയും. സിംഗിൾ ബെഞ്ചും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ഡിവിഷണൽ ബെഞ്ച് കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, പലര് കൂടി വിധി പറയുന്നതിനെയാണ് ഡിവിഷണൽ ബെഞ്ച് എന്ന് പറയുന്നത്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഡിവിഷണൽ ബെഞ്ച് കൂടി
അവിടെ വെച്ച് അവിടെയുള്ള വിശുദ്ധന്മാരെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്ത് കൽപ്പന പുറപ്പെടുവിച്ചു. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് വിശുദ്ധന്മാരുടെ കൽപ്പനയാണ്, അത് മാറ്റാനൊക്കത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ വിശുദ്ധന്മാരെല്ലാവരും കൂടെ, ദൂതന്മാരെല്ലാവരും കൂടെ ആലോചനാ സഭ കൂടി അവിടെ ഹല്ലേലൂയ ഒരു തീരുമാനമെടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 2 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൽ ആമേൻ, ആഹാബ് രാജാവ് പടയിൽ പട്ടുപോകത്തക്കവണ്ണം ആർ അവനെ വശീകരിക്കുമെന്ന് ദൈവത്തിന്റെ ആലോചനാ സഭയിൽ ഒരു 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 ചോദ്യം ഉണ്ടായി. ദൈവത്തിന്റെ കമ്മിറ്റി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാത്മാവ് ഇങ്ങനെയും ഒരാത്മാവ് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ വേറൊരു ആത്മാവ് മുമ്പോട്ട് വന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞെങ്കിലും ഒരാത്മാവ് മുമ്പോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ അവന്റെ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവിനെ അയക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പോ, നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഭോഷ്കിന്റെ ആത്മാവുള്ളവൻ ആരാണ്? സാത്താനാണ്, പിശാചാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലോചനാ സഭയിൽ അവനും ചെന്ന് നിൽക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. അവനും ചെന്ന് കാര്യങ്ങളൊക്കെ കേൾക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ട്. പലരും ഒക്കെ പ്രവചിക്കുമ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ, ദൈവം തന്നെയാണോ പറയുന്നത്, അല്ലോ പിശാചാണോ എന്ന് പറയുന്നതെന്ന് നമ്മൾ ആത്മാവിനെ തിരിച്ചറിയണം ദൈവമക്കളെ. ഭാവി കാര്യങ്ങൾ, ഭാവി സംഭവിക്കാൻ പോകുന്നത്, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആമേൻ ചോർത്തി വന്ന് പറയാനുള്ള അവകാശം അവനുണ്ട് എന്ന് തന്നെയാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കൈനോട്ടക്കാരൻ പറയുന്നതും കൃത്യമായിട്ട് വരും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാരുടെ വിധി നിർണയമായിരുന്നു അത്. അപ്പോൾ ദൈവമക്കൾ മറ്റൊരു കാര്യം കൂടെ അതിൽ നിന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ നമ്മൾ ചിന്തിച്ചല്ലോ, ഓരോരോ രാജ്യത്തിന് വാച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഓരോരോ രാജ്യങ്ങളുടെ മീതെ അവകാശം പിടിക്കുന്ന, അവകാശം പറഞ്ഞു നിൽക്കുന്ന, അവകാശം വെച്ചിരിക്കുന്ന സാത്താന്യ ദൂതന്മാരുള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ ഓരോ സ്ഥലത്തും ഉണ്ട്. പ്രത്യക്ഷമായിട്ട് 3-4 കാര്യങ്ങൾ നിങ്ങൾ കുറിക്കുന്നവർക്ക് വേണ്ടി വേഗം ഒന്ന് എഴുതിക്കുക. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1-2 വാക്യങ്ങൾ. 2-ാം വാക്യം വെളിപ്പാടും 7-ന്റെ 2-ാം വാക്യം. 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ അതിന്റെ കൂടെ എഴുതിക്കുക. 2-ാം വാക്യം ഒന്ന് വായിച്ചേച്ച. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കിൽ നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിയിലും സമുദ്രത്തിലും കേടുവരുത്താൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ. അപ്പോൾ ഹല്ലേലൂയ, ഭൂമിക്ക് മീതെ അധികാരമുള്ള ദൂതൻ. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് സമുദ്രത്തിന് മീതെ അധികാരം കിട്ടിയ ദൂതൻ. 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ എഴുതിക്കോ. 7 കാളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമത്തെ ഊതി, അപ്പോൾ രക്തം കലരുന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞു. ഭൂമിയിൽ 3 വെന്തുപോയി. താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, 5-ാം വാക്യമാണ് അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഭൂമിയുടെ മേൽ അധികാരം ദൈവത്തിന്റെ ദൂതന്മാർക്കുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രണ്ടാമതായിട്ട് തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ. നമ്മുടെ സമയം ചുരുക്കമായതുകൊണ്ട് വേഗത്തിൽ ആ ഭാഗം നമുക്ക് പറഞ്ഞു പോകാം. തീയുടെ മേൽ ദൂതൻ അധികാരമുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ന്റെ 17, 18. വെളിപ്പാട് പുസ്തകം 14-ന്റെ 17, 18. തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ. ആമേൻ. മതിയമാമേ. 3-ാമതായിട്ട് ജലാധിപതി ആയ ദൂതൻ. ജലാധിപതി ഉണ്ട്. വെളിപ്പാട് പുസ്തകം 16-ന്റെ 5. ജലാധിപതിയായ ദൂതൻ. ആമേൻ. ജലത്തിന് അധിപതിയായ, കടലിലെ വെള്ളത്തിന് മീതെ അധികാരിയായ ദൈവത്തിന്റെ ദൂതൻ. 16-ന്റെ 8-ാം വാക്യം കൂടെ വായിച്ചേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സൂര്യന്റെ മേൽ അധികാരമുള്ള ദൂതൻ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ ദൂതന്മാർ ഓരോരോ രാജ്യങ്ങളുടെ മേലുണ്ട്, വ്യക്തികളുടെ മേലുണ്ട് എന്നെല്ലാമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ ദൂതന്മാർ ഇവനെ നോക്കിക്കൊണ്ടിരുന്നു. ഇവന്റെ മേൽ ഉള്ള ന്യായവിധി നടത്താൻ സ്വർഗത്തിൽ ഒരാലോചന കൂടി തീരുമാനിച്ച് ആ വിധി നിർണയം നടത്തി. ഓരോ ദൂതന്മാര് നമ്മുടെ ഇടയിലും വരുന്നു എന്നുള്ളത് കൊണ്ടാണ്, ഇതിങ്ങനെയുള്ളൊരു യോഗമായതുകൊണ്ട് നിങ്ങൾ ഓർക്കുക. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യം ഉണ്ടാകാതിരിപ്പാൻ സ്ത്രീകൾ തലയിൽ മൂടുപടമിടട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളെ ഇടാത്തവരാരും ഇപ്പൊ വലിച്ചിടണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ ആരെയും കുത്തിപ്പറയുകയല്ല, നിങ്ങൾ ഒരു ദൂത് തെളിയിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാണ് മൂടുപട ഇടാൻ പറഞ്ഞത്? ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യം ഉണ്ടാകാതിരിപ്പാൻ. സ്തോത്രം. ഇനിയും ഹല്ലേലൂയ. പുരുഷന്മാരും ഒരു കാര്യം ഓർത്തോളാം, തൊപ്പി വെച്ചോണ്ട് ദൈവസന്നിധി വന്ന് ഇരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, തലയില് ആമേൻ, ദൈവവചനം പറയുന്നത് തല മൂടിക്കൊണ്ട്, ഏത് പുരുഷന്റെയും തല ക്രിസ്തു. ആമേൻ. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് ഏത് പുരുഷന്റെയും തല ക്രിസ്തു തല മൂടിക്കൊണ്ട് ആമേൻ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു, ക്രിസ്തുവിനെ അപമാനിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കുക. പിശാച് എത്ര ചതിവാണ് ആളുകളിൽ ചെയ്തിരിക്കുന്നത്. കർത്താവ് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഏത് പുരുഷനും തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ അത് ക്രിസ്തുവിനെ അപമാനിക്കുകയാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു പിശാച്. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരെയും അത് മൂടിക്കുക. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവിന്റെ പേരെടുക്കരുത് എന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ പിതാവേ പിതാവേ എന്നും പറഞ്ഞ് നടക്കും. ദൈവമക്കളെ, ഇതൊന്നും ദൈവവചനം അറിയാൻ വയ്യാത്തോണ്ട് പിശാച് വഞ്ചരിച്ചിരിക്കുന്ന മേഖലകളാണ്. തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ദൈവവചനത്തിൽ എന്താണ് എഴുതി തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യം ഉണ്ടാകുമെന്ന് പൗലോസ് പറയാൻ കാരണം, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഒരു കാര്യമുണ്ട്. എഫെസ്യ ലേഖനം 3:10. അതുകൊണ്ട് സ്വർഗത്തിലെ ദൂതന്മാരും കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, അതെന്താണ് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മുടെ വിഷയം അതല്ല. ആമേൻ. ദൂതന്മാർ നമ്മുടെ ഇടയിൽ വരും എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങൾ മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. ദൂതന്മാര് സഭയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സഭയിൽ കൂടെ ദൈവത്തിന്റെ ദൂതന്മാരെ ചിലത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ദൈവത്തെ മുഖത്തോട്ട് നോക്കാൻ ഒക്കത്തില്ല. എന്നാൽ സഭയിൽ കൂടെ ദൈവം ദൂതന്മാരെ ചിലത് കാണിക്കാനിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്താ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, സഭയിൽ വരുന്ന സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായി തങ്ങളുടെ തല മൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി സ്ത്രീകളെല്ലാം തലയിൽ മൂടുപടം ഇട്ടോണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർക്ക് മനസ്സിലാകും സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇനിയും ഭർത്താക്കന്മാരെ അനുസരിക്കാത്തവരെല്ലാവരും തല മൂടാതിരുന്നുള്ളത്.
ഞാനിത് പറഞ്ഞാൽ ഇനി ആരും തലയില് തുണിയില്ലാതെ വരുത്തില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഷീജാണ്ട് വലിച്ചിടുന്നു പറഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ, ഇത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറവേ. ഹല്ലേലൂയ, ദൈവവചനത്തിൽ എത്രമാത്രം നമുക്ക് അനുസരിക്കാമോ നമ്മൾ അത്രയും അനുസരിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും വലിയ നിയമമായിട്ടൊന്നും അല്ല ദൈവവചനം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ചെറിയ കാര്യത്തിൽ പോലും തമ്പുരാനെ നമ്മൾ അനുസരിച്ചാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അല്ലാതെ ഒന്നുമില്ല. അല്ല നമ്മുടെ തലയില് തുണി ഇട്ടുകൊണ്ടിരുന്നിട്ട് തമ്പുരാൻ എന്താ കാര്യം? ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ അധീനതാ ലക്ഷ്യം സഭയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾ സഭയിൽ നിങ്ങൾ മൂടുപടം ഇട്ടുകൊണ്ടിരിക്കട്ടെ. സ്ത്രീകൾ തല മൂടിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമേൻ, എല്ലാ ആളുകളുടെയും പിന്നിൽ, എല്ലാ രാജ്യത്തിന്റെയും പിന്നിൽ, എല്ലാ ആമേൻ സ്ഥലങ്ങളുടെയും പിന്നിൽ ദൈവം തന്റെ ദൂതന്മാരെ ആക്കിയിരിക്കുന്നു. വാച്ചേഴ്സ് ഉണ്ട്. അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവിനെ വാച്ച് ചെയ്തപ്പോൾ ദൈവം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവന്റെ ഹൃദയം നിഗളിച്ചു. ഹല്ലേലൂയ, തിരുവചനത്തിൽ നിഗളമാണ് ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം. തിരുവചനത്തിലേക്ക് നമുക്ക് പോകാം. 6 കാര്യങ്ങൾ തിരുവചനത്തിൽ നമ്മളെ സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം, സ്തോത്രം. ആ ആ ആ 6 കാര്യങ്ങൾ അവിടെ പറയുന്നതിനകത്ത് ആദ്യം പറയുന്ന കാര്യം എന്താ? ഗർവമുള്ള കണ്ണ് അഥവാ നിഗളമുള്ള കണ്ണ്. നിഗളം ദൈവം വെറുക്കുന്നു. ലൂസിഫർ എങ്ങനെയാ വീണുപോയത്? അവൻ വെട്ടേറ്റ് എങ്ങനെയാ നിലത്ത് വീണെന്നുള്ളത് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ പ്രാരംഭ ദിവസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ ഒറ്റ വാക്യത്തിൽ കൂടെ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തന്നു. തിമോഥെയോസിലെ 1-ാം ലേഖനം 3:6 നമ്മള് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് അവന് സാത്താൻ വീണുപോയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. 6-ാം വാക്യം, നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധി. അതുകൊണ്ട് നിഗളമായിരുന്നു അവൻ വീണുപോകാൻ കാരണമായി തീർന്നു. നിഗളമായിരുന്നു അവൻ വെട്ടേറ്റ് നിലത്ത് വീഴുവാൻ കാരണമായി തീർന്നത്. ഞങ്ങള് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ, യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ ഈ 2 വാക്യങ്ങൾ മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഐസയ ചാപ്റ്റർ 14:12. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് പറഞ്ഞിട്ട് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ വായിച്ചാൽ അറിയാം, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കൂടുവയ്ക്കും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അത്യുന്നതനോട് സമനാകുമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ആ വിധത്തിൽ അത്യുന്നതനോട് സമനാകാനായി പോകുമ്പോൾ ആ വാക്യത്തിൽ തന്നെ 5 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കയറും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ചെല്ലും എന്നെല്ലാം എന്റെ സിംഹാസനം അത്യുന്നതിന്റെ സിംഹാസനത്തോട് സമമായി വയ്ക്കും. 5 കാര്യങ്ങൾ നിഗളമായിട്ട് അവൻ പറഞ്ഞു. തമ്പുരാൻ അവനെ വെട്ടിയിടുകയല്ലായിരുന്നു, അവൻ തന്നെ വെട്ടേറ്റ് നിലത്ത് വീഴുകയായിരുന്നു. ലൂക്കോസ് 10:18. സാത്താൻ വെട്ടേറ്റ് മിന്നൽ പിണർ പോലെ നിലത്ത് വീഴുന്നത് ഞാന് കണ്ടു എന്ന് കർത്താവ് പറഞ്ഞു.
അപ്പോൾ നിഗളമായിരുന്നു നെബൂഖദ്നേസർ രാജാവിന്റെ വലിയ പ്രശ്നം. ദൈവം നിഗളികളോട് 5 കാര്യങ്ങൾ എഴുതിക്കൊള്ളുക. 1, ഗർവമുള്ള കണ്ണ്. നമ്മള് ഹല്ലേലൂയ കണ്ടല്ലോ. സദസ്യവാക്യം 16:5 കൂടെ വായിച്ച്. 16:5. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. യഹോവ വെറുക്കുന്നു ഗർവമുള്ളവരെ. ഗർവമുള്ള കണ്ണുള്ളവരെ കർത്താവ് വെറുക്കുന്നു. ഗർവമുള്ള ഹൃദയമുള്ളവരെ കർത്താവ് ദൈവം വെറുക്കുന്നു. 8:13 വായിക്കാം. സദസ്യവാക്യങ്ങൾ 8:13. ആ ആ ആ ദൈവത്തിനോട് സ്തോത്രം. ദൈവം പകയ്ക്കുന്നു എന്ന് പറയുന്നു. ദൈവം വെറുക്കുന്നു, ദൈവം പകയ്ക്കുന്നു. 3-ാമതായിട്ട് 16:18 വായിക്കാം. ആ അപ്പോൾ നിഗളം വന്നാൽ വീഴ്ച വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എവിടെങ്കിലും നിഗളം വരുന്നെങ്കിൽ അന്നേരെ അതിന്റെ വിത്ത് മുളച്ച് വരുമ്പോഴേ അങ്ങ് പിറകെ കളഞ്ഞേക്കണം. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആമേൻ, ചില വലിയ കെട്ടിടങ്ങളൊക്കെ ആമേൻ ഈ ആല് വളർന്ന് വലിയതായിട്ട് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? കെട്ടിടങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ ആമേൻ ഒരു ദ്വാരത്തില് ഈ ആലിന്റെ ആമേൻ വിത്തെന്ന് പറയുന്നത് വളരെ ചെറിയതാണ്. അത് ഈ വെള്ളത്തിനിടയിൽ കൂടെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ കൂടെ എങ്ങനെയെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ കാക്ക അല്ലെങ്കിൽ കിളികൾ കാഷ്ടിച്ചിടുന്നതായിരിക്കും ഈ വിത്ത്. ഈ മഴവെള്ളത്തിന്റെ അതിനിടയ്ക്കൂടെ ആമേൻ ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ കയറി ഇരിക്കുന്നതാണ്. അവിടുന്ന് വളരാൻ തുടങ്ങും. ചെറിയ ഒരു അത് വളർന്ന് ആരും പിഴുത് കളയുന്നില്ലെങ്കിൽ ആ കെട്ടിടം എല്ലാം നശിച്ചു പോകാൻ അത് മതി. മിക്കവാറും സർക്കാർ കെട്ടിടങ്ങളെല്ലാം നശിച്ചു പോകുന്നത് ഇങ്ങനെയാണ്, ആല് വളർന്നാണ്. കണ്ടിട്ടുണ്ടല്ലോ. കാരണം എന്താണെന്നറിയാമോ? സർക്കാർ കെട്ടിടം ആയതുകൊണ്ട് ആരും പിഴാൻ ചെല്ലത്തില്ല. ആല് വളർന്നാൽ ആർക്കെന്തോ, അവിടുത്തെ ഭിത്തി പൊട്ടിയാൽ ആർക്കാണ് പോകുന്നത്? സർക്കാർ ആമേൻ വകയായതുകൊണ്ട് ആമേൻ കാട്ടിലെ തടി തേവരടാന പിടിയടാ പിടിയെന്ന് വണ്ടാരാണ്ടോ പറഞ്ഞു. ഹല്ലേലൂയ. നഷ്ടം വരുന്നെങ്കിൽ സർക്കാരിനല്ലയോ നഷ്ടം. അതുകൊണ്ട് ആമേൻ അവിടെ ആല് വളർന്നാൽ, എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും താമസിക്കുന്നവരുടെ ഒരു വീട്ടിൽ ഇതുപോലെ ആല് വളർന്നു നിൽക്കുന്നത്? ആലങ്ങനെ വളർന്ന് തുടങ്ങുമ്പോഴേ പിഴുതു കളയും. ഒരല്പം വേരിറങ്ങിപ്പോയാ എന്തൊരു പാടാന്നറിയാവോ പിന്നൊന്ന് പിഴുതു കളയാൻ. ഇതുപോലാണ് നിഗളത്തിന്റെ വിത്ത് ചിലരുടെ ഉള്ളിൽ കയറി വരും. നല്ല ഒരു വണ്ടി കിട്ടി, അയ്യോ സ്തോത്രം, ഹല്ലേലൂയ, നല്ല ഒരു വീട് വെക്കാൻ കഴിഞ്ഞു, ഹല്ലേലൂയ. 30 വർഷം എന്റെ കൂടെങ്ങും ജീവിച്ചവർക്ക് ആർക്കും ഇതുപോലൊന്ന് വെക്കാനൊത്തില്ല. ഇതെന്റെ ധനമഹാത്മ്യത്താൽ ഞാൻ എന്റെ പ്രതാപത്തിന് മഹത്വത്തിനായിട്ട് ഞാൻ പണിതു വെച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണിത്. നമ്മുടെ ഉള്ളിലോട്ട് പിശാച് ചാക്ക് കണക്കിന് കൊണ്ട് നിറക്കുന്ന വിത്താണ് നിഗളത്തിന്റെ വിത്ത്. ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഇവിടെ ഒന്നും നടന്നില്ലേലും നമ്മുടെ ഹൃദയത്തിലുള്ള നിഗളം എടുത്തും മാറ്റപ്പെടും. ദൈവത്തോട് മനഃപൂർവ്വം പ്രാർത്ഥിച്ചേ കഴിയത്തുള്ളൂ. ദൈവമേ, അറിഞ്ഞോ അറിയാതെയോ എന്റെ ഹൃദയത്തിൽ നിഗളം വന്നുകൂടാൻ അനുവദിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിവൃദ്ധിപ്പെട്ടേക്കാം, നമ്മുടെ ജോലിയിൽ അഭിവൃദ്ധി വന്നേക്കാം, നമ്മുടെ ശമ്പളം വർദ്ധിച്ചേക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചേക്കാം, അവർ നല്ലതുപോലെ പഠിക്കുന്നവരായി മാറാം, അവരുടെ സ്വഭാവം നല്ല സ്വഭാവമായി മാറാം, നമുക്കിവിടെ നല്ല വീട് കിട്ടിയെന്നിരിക്കാം, ഇവിടെ ആരും സഞ്ചരിക്കാത്ത വലിയ വാഹനം തമ്പുരാൻ
നിനക്ക് തന്നിരിക്കാം. എന്നാൽ ഓരോ ദിവസവും കർത്താവിനോട് പറഞ്ഞുകൊള്ളണം, അവേ രാജാവേ, നിന്റെ കാൽക്കൽ വീണ് ഇതൊന്നുമല്ല എനിക്ക് വലുത്, നീയാണ് വലുത് എന്ന് പറഞ്ഞു. സ്തോത്രം. കാരണം യാക്കോബ് 4:6 വായിച്ച്, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കാം. Praise the Lord. Praise the Lord. അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. നമുക്കും കൃപ വേണോ? പ്രാർത്ഥിക്കുമ്പോ കൃപ വേണോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോ കൃപ വേണോ? നിഗളമില്ലാതിരിക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്കൊരു താഴ്മ തരണമേ, താഴ്മ തരണമേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഈ വയൽ പ്രദേശങ്ങളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചിലതെല്ലാം ഇങ്ങനെ വെള്ളോട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? തല ഉയർത്തി നിൽക്കുന്നതിനകത്തങ്ങ് ഒന്നും ഇല്ല. അതുകൊണ്ടായി പൊക്കിയത് തല ഉയർത്തി നിൽക്കുന്നത്. ഞാനാ വലിയ ആള്, ഞാനാ സഭയിലെ വലിയ ആള്, ഞാൻ മാറിയാൽ തൂണാണ്, ഞാൻ താഴെ വീണു പോകും സഭ. അവൻ ഏത് ദൈവദാസന്മാര് വന്നാലും എന്റെ വീട്ടിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാന് പലപ്പോഴും പറയാറുണ്ട്, ഈ ഓബേദേദോമിന്റെ വീട്ടിൽ പെട്ടകം വെക്കാൻ കാരണം, ഹല്ലേലൂയ, ആമേൻ, വേറൊരാള് ചെന്ന്, ആമേൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, വാള വിരണ്ട് പെട്ടകം അറിയാൻ തുടങ്ങിയപ്പോൾ ഉസ്സാ കൈനീട്ടി പിടിച്ചു. അവൻ വിചാരിച്ചു അവൻ താങ്ങിയാ നിൽക്കുമെന്ന്. പലരും വിചാരിക്കുന്നത് ദൈവസഭയെ അവരാ താങ്ങി നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് മക്കളെ, പ്രവാചക ശബ്ദത്തിൽ ഞാൻ ഒരു കാര്യം പറയാം, പണം കൊണ്ട് ഏതെങ്കിലും ഒരു സഭയെ താങ്ങി നിർത്താൻ ആർക്കും കഴിയത്തില്ല. സ്വാധീനം കൊണ്ട് നിർത്താൻ കഴിയത്തില്ല. തന്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ സഭയായതുകൊണ്ട് കർത്താവ് നിർത്തിക്കൊള്ളും. അതുകൊണ്ട് പണക്കാരുടെ, ഹല്ലേലൂയ, ആമേൻ, ഇങ്ങനെ താങ്ങി താങ്ങി നിൽക്കുന്ന ദൈവദാസന്മാരെ കാണുമ്പോ എനിക്ക് വലിയ വേദന തോന്നാറ്. ഹല്ലേലൂയ. അവര് പറയുന്നതിനനുസരിച്ച അവരുടെ പരിശുദ്ധാത്മാവ് അവിടുത്തെ പണക്കാരാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവിൽ നിറയുന്ന ദൈവത്തില് നിനക്ക് അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ആമേൻ. നീ അവനെ മുറുകെ പിടിച്ചു കൊള്ളണം. നീ വിശ്വാസത്താൽ അവനെ മുറുകെ പിടിച്ചു കൊള്ളണം. ഹല്ലേലൂയ. വല്ലോരും നിന്റെ പരിശുദ്ധാത്മാവാകരുത്. ഹല്ലേലൂയ. ദൈവമക്കള് അതിന്റെ നടുവിൽ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കി ഹൃദയത്തിൽ കുറിച്ചിട്ട് കൊള്ളണം. ആരും പിടിക്കത്തക്കവണ്ണം താണ് പറന്നു കൊടുക്കരുത്. ദൈവം തന്റെ സഭയെ നിർത്തിക്കൊള്ളും. ദൈവം തന്റെ സഭയെ പണിഞ്ഞുകൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് അലയോ ഉസായെ, നീ താകാൻ ചെന്ന് ആമേൻ ശിക്ഷാവിധി വാങ്ങിക്കാതെ നീ മാറിക്കൊള്ളുക. ആമേൻ. ഇതിന്റെ ഉപകരണങ്ങൾ ചുമക്കുന്നവരോട് പോലും പറഞ്ഞിട്ടുണ്ട്, ഗഹാത്യരായ ആളുകളോട് ദൈവം പറയുന്ന 2000 മുഴം അകന്ന്. പലരും ദൈവസഭയെ താങ്ങി നിർത്താനായി ചെല്ലുന്നവരുണ്ട്. ദൈവസഭ ദൈവം നിർത്തിക്കൊള്ളും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ചിലരുടെ ദൈവം പണം കൊടുത്തിരിക്കുന്നു. ദൈവം അതുപോലെ തന്നെ ദൈവത്തിന്റെ അഭിഷേകം ചിലരുടെ മേൽ ദൈവം കൊടുത്തിരിക്കുന്നു. ഏലിയാവിന്റെ കൂടുണ്ടായിരുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഒബദ്യാവ്. ഒബദ്യാവും കയ്യിൽ പണമുണ്ട്, കൊട്ടാരത്തിലെ ജോലി ആയതുകൊണ്ട് ഇഷ്ടം പോലെ പണമുണ്ട്. 50 പേരെ വീതം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ 2 പേരെ വീതം ഓരോ ഗുഹയിലും പാർപ്പിച്ച്, 100 പേരെ സപ്പോർട്ട് ചെയ്യുന്നവരാരെങ്കിലും മസ്കറ്റിലുണ്ടോന്ന് എനിക്കറിയത്തില്ല. 100 മിഷണറിമാരെ ഒറ്റയാള്, കൂട്ടായ്മയായിട്ടല്ല, ഒറ്റയാൾ സപ്പോർട്ട് ചെയ്യുക. സ്തോത്രം.
അദ്ദേഹത്തിന്റെ പേര് ദൈവം പണം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ദാസന്മാരെല്ലാം സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഏലിയാവിന് എന്തോ ഉണ്ട്? ഏലിയാവിനൊന്നുമില്ല. ഏലിയാവിന് കാക്ക കൊണ്ടുവന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ഏലിയാവിനാരെ സപ്പോർട്ട് ചെയ്യാനുമില്ല. ഏലിയാവിന് ആഹാരം തന്നെ കാക്ക കൊണ്ട് കൊടുത്തെങ്കിലേ ഉള്ളൂ. എന്നാൽ ഇവർ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി വരും. ഓബദ്യാവ് പ്രാർത്ഥിച്ചാൽ തീ ഇറങ്ങത്തില്ല. വ്യത്യാസം പിടികിട്ടിയോ? ദൈവം ഓരോരുത്തർക്ക് ദൈവം ഓരോ വിധത്തിലാണ് കൃപ കൊടുത്തിരിക്കുന്നത്. ഒരുത്തന്റെ പണം കൊടുത്തിരിക്കുന്നു, ഒരുത്തന്റെ കൃപ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞു, പണമുള്ളവന് കൃപയില്ല, കൃപയുള്ളവന്റെ പണവും ഇല്ല. സത്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ദൈവം എന്തുകൊണ്ട് ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു? അന്യോന്യം ഡിപ്പെൻഡ് ചെയ്തോണം. അതിനാ തമ്പുരാൻ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ വണ്ടിയില്ലാത്ത കാലത്ത് ലൈസൻസിന് പോയിട്ട് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞാനങ്ങ് വളരെ നിരാശനായി. കുറെ പ്രാവശ്യം ടെസ്റ്റിന് പോയിട്ടൊക്കെ ചെറിയ കാര്യം പോലും, വളരെ നിസ്സാരമായ കാര്യത്തിന് വരെ തോറ്റ് ഞാൻ എൻ്റെ റൂമിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, രണ്ട് കാര്യം പറഞ്ഞു. ഞാൻ എന്തിനാ നിനക്ക് ഹല്ലേലൂയ വണ്ടി തരാതിരുന്നത്? നീ വല്ലവരുടെയും വണ്ടിയിലൊക്കെ കയറി നടക്കാനാണ്. നീ വല്ലവരുടെയും വണ്ടിയിലൊക്കെ കയറി നടന്നവരെ എല്ലാവരെയും ഒന്ന് നോക്കിക്കേ. അവർക്ക് എല്ലാവർക്കും 4 വീലർ കിട്ടി. സ്തോത്രം, സ്തോത്രം. നിന്റെ അവിടെയും കിട്ടി ഇപ്പം. ഹല്ലേലൂയ. നിനക്ക് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, നിനക്കൊരു കൊച്ചു കാർ ഉണ്ടായിരുന്നെങ്കിൽ നീ ആരുടെയും വണ്ടിയെ കയറാൻ പോകത്തില്ലായിരുന്നു. നിന്റെ ഞാൻ പണം തന്നിരുന്നെങ്കിൽ നീ ആരുടെയും പണം വാങ്ങാൻ പോകത്തില്ലായിരുന്നു. എന്തിനാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്? അവരെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേ ഉള്ളു വഴി. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, ആരുടെ വണ്ടിയിലും കയറിപ്പോക്കോളാം, അവരൊന്ന് അനുഗ്രഹിക്കപ്പെട്ടെ. ആര് തന്നാലും ഞാൻ വാങ്ങിച്ചോളാം, അവരൊന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. തെറ്റിദ്ധരിക്കല്ലേ? ഹല്ലേലൂയ. അനുഗ്രഹത്തിന് ദൈവം വെച്ചിരിക്കുന്ന വഴി അതാണ്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ആമേൻ നിഗളം വരാതെ ഇരിക്കണമെന്ന് ദൈവം കൃപ തന്നോളൂ. ഞാൻ ധാരാളം വലിയ ധനാട്യന്മാരുടെ വീട്ടിൽ പോയി ഞാൻ താമസിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ വളരെ ഉന്നതന്മാരുടെ വീട്ടിൽ പോയി ഞാൻ താമസിക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ കർത്താവേ, നീ ഇവരെ ഇത്രയും ഭൗതികമായി ഉയർത്താൻ കാരണം അവരുടെ ഹൃദയത്തിലെ താഴ്മയാണ്. സ്തോത്രം. ആലപ്പുഴ ജില്ലയുടെ കളക്ടറായിരുന്ന ഹല്ലേലൂയ ആമേൻ ഒരു ദൈവദാസൻ, ഹല്ലേലൂയ, മേരി കോവൂരിന്റെ അനുജത്തിയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായിരുന്നു. ഹല്ലേലൂയ. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ കളക്ടറായിരുന്നു. ദൈവദാസന്മാർ അവിടെ ചെല്ലുമ്പോൾ രാവിലെ അവിടെ ആമേൻ ദൈവദാസന്മാർക്ക് ആമേൻ രാവിലത്തെ ബെഡ് കോഫി കൊണ്ടു കൊടുക്കാനായി കളക്ടറായ ആ മനുഷ്യനാണ് ചെല്ലുന്നത്. ബെഡ് കോഫി ആ ദൈവദാസന് കൊണ്ടു കൊടുക്കുന്നത് കളക്ടറാണ്. സ്തോത്രം. ആ ദൈവദാസനെ കൊണ്ടുപോകാനുള്ള കാറ് എല്ലാം തുടച്ച് വൃത്തിയാക്കി ആ ദൈവദാസൻ വന്ന് കയറാൻ നേരം ആ കളക്ടറാണ് ആ ഡോറ് തുറന്നു കൊടുക്കുന്നത്. ദൈവം ഭൗതികമായി നമുക്ക് ഉയർച്ച തന്നാൽ നമ്മുടെ ഹൃദയത്തിൽ താഴ്മ വരാതിരിക്കുമോ? എന്തോത്തിൽ പുകഴാനാ ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ താഴ്ന്നു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങള് കർത്താവിന്റെ വേലയോടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഹല്ലേലൂയ ഒരു പുരാതന കാലത്തെ ഒരു കൊട്ടാരത്തിൽ ചെന്നു. അപ്പോൾ ആ കൊട്ടാരത്തിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും മുൻവശത്തെ ആ ഗേറ്റ് അങ്ങോട്ട് കടക്കുമ്പോൾ ക്രോസിന് ഒരു തടി ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ആ ഗൈഡിനോട് ചോദിച്ചത് എന്തിനാ വെച്ചിരിക്കുന്നത്? അയാൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. വലിയൊരു കൊട്ടാരം. അപ്പോൾ ഒരു പ്രത്യേക ഉയരത്തിൽ അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, പെട്ടെന്ന് ഒരാക്രമണം ഉണ്ടായാൽ
ആമേൻ ആക്രമം വരുന്നു എന്ന് കണ്ടാൽ ഈ തടി നേരെ ആമേൻ സൈഡിലോട്ട് നീക്കി വെച്ചിരിക്കുകയാണ്, നേരെ പിടിച്ച് ക്രോസിനങ്ങിടും. അതുകൊണ്ട് എന്തോ പ്രയോജനം? അതുകൊണ്ട് പ്രയോജനമുണ്ട്. അന്നത്തെ കാലത്ത് കുതിരകളുടെ മേലായിരുന്നു ആക്രമണത്തിന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുതിരയുടെ ഒരു പ്രത്യേകത, കുതിര ഒരിക്കലും കുനിഞ്ഞു കയറത്തില്ല. കുനിഞ്ഞു കയറാത്ത കുതിര അവിടെ നിൽക്കും. ചാടിയാലൊട്ട് ഇതിനെ മണ്ടയ്ക്കൂടെ ആമേൻ കയറാനും ഒക്കത്തില്ല. ഈ കുതിര അവിടെ നിന്നുകൊണ്ട് വളരെ വിഷമിക്കും. സ്തോത്രം. കുനിഞ്ഞാ കയറിപ്പോ അതിന്റെ മുകളിലിരിക്കുന്ന ആളിന് സുഖമായിട്ട്. സ്തോത്രം. ഇതിൽ നിന്ന് ഞാൻ അന്നേരം ഒരു പാഠം പഠിച്ചു. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഹല്ലേലൂയ ആമേൻ, ഞാൻ ഈ ഉദാഹരണമൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ മനസ്സിൽ ഇത് കിടക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെയൊക്കെ വേദവസ്തം പഠിപ്പിച്ച ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, പട്ടി നമ്മി കടിയിട്ടാലോ നോക്കി നിന്നോണം, നിങ്ങളെ കടി കൊള്ളാതെ നോക്കി നിന്നോണം. അതിനകത്തുനിന്ന് എന്തെങ്കിലും പഠിക്കാൻ വെക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ കർത്താവും ആമേൻ അങ്ങനെ ആയിരുന്നു ശുശ്രൂഷ. തന്റെ കൂടെ കണ്ട, തന്റെ അവിടെ എവിടെങ്ങളിലൊക്കെ കണ്ട കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു പഠിപ്പിച്ചത്. ഹീബ്രുവും ആമേൻ അതിന്റെ ആഴമേറിയ മീനിങ് ഒന്നും അല്ലായിരുന്നു കർത്താവ് പഠിപ്പിച്ചത്, വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ കുതിര ഒന്ന് താണു കൊടുത്താൽ കുതിരയ്ക്ക് സുഖമായിട്ട് കയറി പോകാം. പക്ഷേ കുതിര താണു കൊടുക്കും. നമുക്കും താണു കൊടുത്താൽ പലതും നേടാൻ കഴിയും, പലതിനെയും ജയിക്കാൻ കഴിയും. ചിലയിടത്തൊക്കെ ഒന്ന് താണു കൊടുക്കാൻ നമുക്ക് തീരുമാനിക്കാം. ഹല്ലേലൂയ ദൈവത്തോട് പറയുമോ, കർത്താവേ ചിലയിടത്തൊന്ന് തോറ്റു കൊടുക്കാം, ചില ആളുകളോടൊന്ന് തോറ്റു കൊടുക്കാം. എൻ്റെ ഹൃദയത്തിലുള്ള ആ നിഗള ഭാവങ്ങളെല്ലാം ഒന്ന് മാറ്റിക്കളയണമേ, താഴ്മ എൻ്റെ ഹൃദയത്തിൽ നീ വിതയ്ക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ആമേൻ. കർത്താവ് പറഞ്ഞു ആമേൻ, നീ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂര്യക്കുഴയിൽ കൂടെ കടക്കുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞു. കർത്താവ് എന്താ അങ്ങനെ പറയാൻ കാരണം? ആ ധനവാനായ മനുഷ്യനെ കണ്ടുകൊണ്ട്, ആ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അവന്റെ ധനത്തിന്റെ ഒട്ടകത്തെ നിങ്ങൾ കാണാറുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒട്ടകത്തിന്റെ ഒരു പ്രത്യേകത, ഒട്ടകം എവിടെങ്കിലും ചെന്നാൽ അതിന്റെ മുകളിലുള്ള പുറത്തുള്ള ആ വലിയ മുഴ അല്ലെങ്കിൽ ആ വലിയ കൂനാണ്, അതിന്റെ വലിയ ഉന്നതിയാണ്. അതിനെ കടത്താനായിട്ട് ഒട്ടകം ചെറിയതായാൽ, ഒരു സൂചിക്കുഴയിലകത്തൂടെ എന്തെങ്കിലും ജീവികളൊക്കെ കിടക്കുമോ? കിടക്കും അല്ലേ? വലുതായിരുന്നാൽ കിടക്കാനൊക്കത്തില്ല, ചെറുതായിരുന്നാൽ കയറിപ്പോകും. അമീബ നിങ്ങൾ എടുത്തു നോക്കിയ അമീബ, ആയിരക്കണക്കിന് അമീബകൾ ഒറ്റ പ്രാവശ്യം സൂചിക്കുഴയ്ക്കകത്തൂടെ കടന്നു. അമീബ നമ്മൾ കാണാൻ പോലും ഒക്കാത്ത പോലെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ തമ്പുരാന്റെ സന്നിധി നമ്മളൊന്ന് ചെറുതായി കൊടുത്താൽ കടക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവരാജ്യത്തിൽ നിഗളികളായ ഒറ്റ ആളുകൾ കാണത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇവിടുത്തെ ഏത് ചർച്ചിന്റെ മെമ്പർ ആണെങ്കിലും സ്തോത്രം, ഏത് വലിയ ഹല്ലേലൂയ ദൈവദാസനാണെങ്കിലും നിഗളമുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകം ഓർത്തുകൊള്ളണം, ആത്മീയ നിഗളമാണ് ഇതിലൊക്കെ വലിയ പരാജയം. ഹല്ലേലൂയ. 2 വാക്ക് പറയാൻ കഴിഞ്ഞെങ്കിലോ, ഹല്ലേലൂയ എവിടെയെങ്കിലും 2 സാക്ഷ്യം പറഞ്ഞെങ്കിലോ, 2 അന്യഭാഷ കൂടുതൽ പറയാൻ കഴിഞ്ഞെങ്കിലോ, പ്രാർത്ഥിച്ചെന്തെങ്കിലും കാര്യം നേടിയെങ്കിലോ, ആരുടെയും മേൽ കൈവച്ചപ്പോൾ ഭൂതം ഇറങ്ങിയോ വിടുതൽ കിട്ടുകയോ ഒക്കെ ചെയ്തപ്പോൾ ഹൃദയം നിഗളിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിനോട് പറയണം, കർത്താവേ അവിടുന്നാണ്, അവിടുത്തേക്ക് മാനപാത്രമാക്കി എന്നെ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 1 പത്രോസ് 5:5 വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ. ഗർവം അല്ലെങ്കിൽ നിഗളം എന്താണ് ചെയ്യുന്നത്? 5-ാമത്തെ വാക്യം. താഴ്മ ധരിച്ചു കൊള്ളണം. എന്നിട്ട് പറയുകയാണ്, ദൈവ നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് ആമേൻ കൃപ നൽകുന്നു. ഹല്ലേലൂയ.
താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് ആമേൻ, ഈ നെബൂഖദ്നേസർ രാജാവിന്റെ ഹൃദയത്തിൽ വലിയ നിഗളമായിരുന്നു. നെപ്പോളിയനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നെപ്പോളിയന് ആകപ്പാടെ അധികം നീളമില്ലാത്ത ഒരാളായിരുന്നു. 5 അടി കഷ്ടിച്ച് 2 ഇഞ്ചേ ഉള്ളായിരുന്നു അദ്ദേഹം. ആമേൻ. എന്നാൽ വലിയ പോരാളിയായിരുന്നു. നിങ്ങൾക്കറിയാം, ലോകത്തെ കീഴ്മേൽ ആമേൻ കിടുകിട വിറപ്പിച്ച മനുഷ്യനായിരുന്നു നെപ്പോളിയൻ. ഇംഗ്ലണ്ടിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഫ്രാൻസിന്റെ ആമേൻ പടയുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇംഗ്ലണ്ടിലെ വാട്ടർലൂ യുദ്ധമാണ് ആമേൻ ഏറ്റവും പ്രസിദ്ധമായ നെപ്പോളിയന്റെ യുദ്ധം എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. വാട്ടർലൂ യുദ്ധം എന്തായിരുന്നു? സ്തോത്രം. ഈ നെപ്പോളിയൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇംഗ്ലണ്ടിലെ ഹല്ലേലൂയ ആമേൻ ഇംഗ്ലണ്ടിലെ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ആമേൻ ബെറ്റിംഗ്ടൺ എന്ന് പറയുന്ന ആ പ്രത്യേക സ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കമാൻഡർ ഇൻ ചീഫിനോട് പറഞ്ഞു, നാളെ രാവിലെ ആകുമ്പോൾ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ആ സ്ഥലം നമ്മുടെ കയ്യിലിരിക്കും, നമ്മളെ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. നെപ്പോളിയൻ വലിയ പോരാളിയല്ലേ, അദ്ദേഹം പറഞ്ഞു പിടിച്ചിരിക്കും. കമാൻഡർ ഇൻ ചീഫ് അദ്ദേഹത്തോട് തിരിച്ചൊരു മറുപടി പറഞ്ഞു, മാൻ പ്രൊപ്പോസസ് ബട്ട് ഗോഡ് ഡിസ്പോസസ്. നമ്മൾ സാധാരണ മഹാന്മാരുടെ വാക്കുകളിൽ ഒന്നായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞു, ആമേൻ, മാൻ പ്രൊപ്പോസസ് ബട്ട് ഗോഡ് ഡിസ്പോസസ് എന്ന് പറഞ്ഞു. നെപ്പോളിയന് ദേഷ്യം വന്നു. നെപ്പോളിയൻ പറഞ്ഞു, താൻ എന്തോ പറയുന്നത്? ദൈവമല്ല പറയുന്നത്, നെപ്പോളിയൻ പറയുന്നു നാളെ നമ്മൾ പിടിച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നെപ്പോളിയൻ പ്രൊപ്പോസസ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ നിഗളമുള്ള ആളിനെ ദൈവം അങ്ങനെ തകർക്കുന്നതെന്ന് നോക്കി. ഹല്ലേലൂയ. നെപ്പോളിയൻ യുദ്ധത്തിനായിട്ട് അങ്ങ് ചെന്നപ്പോൾ വൈകിയ സമയമായിരുന്നു സംഭവിച്ചത്. അന്ന് വലിയ ഇടിവെട്ടി ഒരു മഴ അങ്ങ് പെയ്തു. ഹല്ലേലൂയ. ഈ കുഴഞ്ഞു കിടക്കുന്ന മണ്ണും ചെളിപ്രദേശങ്ങളായതുകൊണ്ട് സൈന്യത്തിന് യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ യുദ്ധത്തിൽ, വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു. അതാണ് ചരിത്രം. ദൈവമക്കളാണെന്ന് നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളുക. നമ്മളും പറയും ചിലതൊക്കെ പിടിക്കാം, ചിലതൊക്കെ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയും. എന്നാൽ ദൈവം പറയുന്നു, ഹല്ലേലൂയ, ദൈവം അനുവദിക്കണം, ദൈവം കരങ്ങളിൽ തന്നേ കഴിയത്തുള്ളൂ. നെബൂഖദ്നേസർ രാജാവ് ഹൃദയത്തിൽ നിഗളമുണ്ടായിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ ഇതെന്റെ പ്രതാപ മഹത്വത്തിനായി പണിത മഹതിയാം ബാബിലോണല്ലയോ എന്ന് പറഞ്ഞു. നമ്മൾ വായിച്ചു കേട്ടല്ലോ, 30-ാം വാക്യത്തിൽ വായിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അവനോട് പറയുകയാണ്, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്റെ പാർപ്പ് കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരിക്കും. കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹത്തിനൊരു അസുഖം പിടിവിട്ടു. ലിക്കോത്രോഫി എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു അത്. ലിക്കോത്രോഫി. ലിക്കോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ലിക്കോ എന്ന് പറഞ്ഞാൽ വോൾഫ് അഥവാ ചെന്നായ എന്നാണ്. ചെന്നായ് എന്നാണ് ലിക്കോ എന്ന വാക്കിന്റെ അർത്ഥം. ലിക്കോത്രോഫി എന്ന് പറഞ്ഞാൽ ചെന്നായ് പോലെയുള്ള സ്വഭാവം കാണിക്കുന്ന ഭ്രാന്ത്. ഇങ്ങേർക്ക് അതാ വന്നത്. നെബൂഖദ്നേസർ രാജാവിന് വന്ന ഭ്രാന്ത് ഈ ചെന്നായ് പോലെ മാനുഷ്യ സ്വഭാവം വിട്ട് 7 കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് 7 വർഷത്തേക്ക് അദ്ദേഹം ഭ്രാന്തനായിരുന്നു. 7 വർഷക്കാലത്തേക്ക് ആകാശത്തിലെ മഞ്ഞ് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം നനഞ്ഞു. ഇതുവരെ മഞ്ഞ് കൊണ്ടിട്ടില്ലാത്ത ആളാണ്. നഖമെല്ലാം വളർന്നു, പക്ഷിയുടെ നഖം പോലെയായി. ദേഹത്തെ രോമങ്ങളെല്ലാം വളർന്നു, തലയിലെ എല്ലാ രോമം വളർന്നു. രാജാവിന്റെ പക്ഷികളുടെ തൂവല് പോലെ അതായി. കാട്ടിൽ പോയി രാജ്യഭാരം എല്ലാം വിട്ടിട്ട്
കാട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ സഹോദരനായ, ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് പിന്നീട് രാജ്യഭാരമേറ്റ് നടത്തിയത്. അദ്ദേഹം നാട്ടിൽ നിന്ന് കാളയെപ്പോലെ പുല്ല് തിന്നുന്നവനായി കാട്ടിലേക്ക് പോയി 7 വർഷക്കാലം അത്യുന്നതനായ ദൈവം മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു എന്നറിയുന്ന കാലം വരെ അവൻ കാളയെപ്പോലെ പുല്ല് തിന്നു. ദൈവത്തിന്റെ മക്കളെ, നമുക്കിതൊരു നല്ല പാഠം. തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഒട്ടും നിഗളം വരാതെ, ഒരു നിഗളവും വരാതെ എന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. പണം വർദ്ധിച്ചു കൊള്ളട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു വന്നുകൊള്ളട്ടെ, ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടു കൊള്ളട്ടെ, ഭൗതികമായി ദൈവം അനുഗ്രഹിച്ചു കൊള്ളട്ടെ, നല്ല വീട് ദൈവം തന്നുകൊള്ളട്ടെ, നല്ല സമ്പത്ത് കർത്താവ് തന്നുകൊള്ളട്ടെ, ഹല്ലേലൂയ, നല്ല ആരോഗ്യം കർത്താവ് തന്നുകൊള്ളട്ടെ. ഇതിലൊന്നും നിഗളിച്ചു പോകാൻ ദൈവമേ അനുവദിക്കല്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് എത്ര പേർ പ്രാർത്ഥിക്കും? ആത്മാർത്ഥമായി പറഞ്ഞു. ശാന്തമായ അന്തരീക്ഷം. എന്റെ പ്രതാപത്തിന്റെ മഹത്വത്തിനാക്കി ഞാനുണ്ടാക്കിയ മഹതിയ ബാബിലോൺ എന്ന് പറഞ്ഞ സമയത്ത് രാജ്യത്വം നീങ്ങി അവൻ കാളയെ പോലെ പുല്ല് തിന്നുന്നവനായി മാറി. നമുക്കിന്ന് രാവിലെ സമയം ദൈവത്തോട് പറയാം, കർത്താവേ, ഒരിക്കലും എന്റെ ഹൃദയത്തിൽ നിഗളം വരാതെ സൂക്ഷിക്കണം. വെറുപ്പാണെന്ന് കേട്ടല്ലോ, ദൈവം ഭയക്കുന്നെന്ന് കേട്ടല്ലോ, ദൈവം എതിർത്ത് നിൽക്കുന്നെന്ന് കേട്ടല്ലോ, താഴ്മയുള്ളവർക്കാണ് കൃപ കൊടുക്കുന്നതെന്ന് കേട്ടല്ലോ. കർത്താവേ, താഴ്മയുള്ളവരാ ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട രാഴ്ചൻ പ്രാർത്ഥിക്കും. നമുക്ക് സ്തോത്രത്തോടെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി അപ്പച്ചാ.